കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു സാഹചര്യം ജോയ്സ് ടിവിയില് എനിക്ക് എൻ്റെ ചെറിയ സാക്ഷ്യം പറയുവാനായി ഒരുക്കി തന്ന പ്രിയ റേച്ചൽ സിസ്റ്ററിനോടും ജോയ്സ് ടിവിയോടുള്ള എൻ്റെ സ്നേഹവന്ദനം നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയും ആർക്കെങ്കിലും അത് മുഖാന്തരം ഒരു വിടുതൽ ദൈവം നൽകുന്നുവെങ്കിൽ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ കേളകം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കേളകം എന്ന് പറഞ്ഞാൽ പോരാ, അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഒരു മലയുടെ മുകളിൽ എന്ന് വേണേൽ പറയാം. ഇന്ന് കേളകമൊക്കെ വലിയ സിറ്റിയായി. അവിടെ 1400ഓളം കുടുംബങ്ങളുള്ള ഒരു റോമൻ കത്തോലിക്ക ചർച്ചിലെ അംഗമായിരുന്നു. അങ്ങനെ അവിടെ ജനിച്ച് വളർത്തപ്പെട്ടു. എനിക്ക് പപ്പ, മമ്മി, ഞങ്ങൾ 4 സഹോദരങ്ങൾ. ഞങ്ങള് ഒരു സാധാരണ കുടുംബം എന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ പപ്പ നല്ലൊരു മേസ്തിരി പണിക്കാരനൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ പറമ്പിലെ പണിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങനെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വളർന്നു വന്നു. എൻ്റെ പിതാവ് ഒരു വോളിബോൾ കളിക്കുന്ന ആളായിരുന്നു. മമ്മിയും സ്പോർട്സിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ മക്കളെ എല്ലാവരെയും സ്പോർട്സിനകത്തേക്ക് അവർ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് അത്ലറ്റിക്സ് ചെയ്തു വന്നു. അതിനുശേഷം എൻ്റെ പപ്പ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വോളിബോൾ പഠിപ്പിച്ചു. അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ വന്ന് 1 വർഷം പഠിച്ചു. അതിനുശേഷം ഞങ്ങളെ ഇങ്ങനെ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് എനിക്ക് പല കോളേജുകൾ 4 വർഷം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ജീവിതം പൂർത്തിയാക്കുന്നത്. പഠിക്കാൻ മോശമായിട്ടല്ല, അത് തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തികം മുടക്കി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല കോളേജുകൾ മാറി പഠിക്കേണ്ടി വന്നു. കണ്ണൂർ 1 വർഷം പഠിച്ചു. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ 1 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന MG യൂണിവേഴ്സിറ്റിയിൽ. അത് എന്തിനാ അങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ കളിച്ച് ഉയർന്നു വരാനുള്ള സാഹചര്യം കുറച്ചുകൂടെ ഈ തെക്ക് സൈഡിലേക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ണൂർ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ 1 വർഷം ഞങ്ങൾ പഠിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും താമസിക്കുന്നത് പാലാ അടുത്തായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് യാത്രകളും അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ് ഞങ്ങളെ കൊട്ടാരക്കരയിലുള്ള ഒരു കോച്ച്. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജൂനിയർ സ്റ്റേറ്റ് ടീമിലേക്ക് കേരളത്തിന് വേണ്ടി കളിക്കാനൊക്കെ ഇടയായി. അങ്ങനെ നല്ല പെർഫോമൻസ് നിൽക്കുമ്പോഴാണ് കൊട്ടാരക്കര കോളേജിലേക്ക് അവിടുത്തെ കോച്ച് എൻ്റെ ഒരു സ്നേഹിതയെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ കൊട്ടാരക്കര കോളേജിലേക്ക് പറിച്ചു നട്ട് വീണ്ടും എഗെയിൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തു. MG യൂണിവേഴ്സിറ്റി ക്യാൻസൽ ചെയ്ത് കേരള യൂണിവേഴ്സിറ്റി പഠിക്കാൻ തുടങ്ങി. അവിടെ 1 വർഷം നിന്നുള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ ടീമിനെ കരമന NSS കോളേജ് ട്രിവാൻഡ്രത്തേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ ടീം മൊത്തം കരമനയിലേക്ക് മാറി. കരമനയിൽ വെച്ച് പ്രീ ഡിഗ്രി ഞാൻ പൂർത്തിയാക്കി. പ്രീ ഡിഗ്രി 4 വർഷം കൊണ്ടാണ് ആക്ച്വലി പ്രീ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചത്. നല്ല മാർക്കോടെ തന്നെ പ്രീ ഡിഗ്രി പാസ്സായി. പിന്നെ ഡിഗ്രി പഠിക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ സെലക്ഷൻ കിട്ടി. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലായിരുന്നു ഡിഗ്രി പഠിക്കുന്നത്. ആ കാലയളവിലൊക്കെ നന്നായി കളിച്ചു. ഞാൻ ഈ കൊട്ടാരക്കര കോളേജിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്കൊക്കെ ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ന്യൂ ടെസ്റ്റമെന്റ് കത്തോലിക്ക ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ശീലം കത്തോലിക്ക കുടുംബത്തിൽ എന്താണെങ്കിലും പപ്പ നന്നായി വെള്ളമൊടിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു വടിയായിട്ടിരുന്ന് ഞങ്ങളെ കൊണ്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന ചെല്ലാൻ നിർബന്ധമായിട്ടും ചെല്ലിപ്പിക്കുമായിരുന്നു. അങ്ങനെ പഠന കാര്യങ്ങളിലും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിലും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നിന്നോണ്ടിരുന്നതാണ്. അപ്പം ബൈബിൾ വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ എപ്പോഴും കൈവച്ച് ഈ ന്യൂ ടെസ്റ്റമെന്റ് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൊട്ടാരക്കര എന്ന് പറഞ്ഞാലും കൊട്ടാരക്കര കോളേജിന് ഹോസ്റ്റലില്ല, ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരം, അങ്ങനെ അവിടെ അതിന് പുറകിൽ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ വോളിബോളിന്റെ ടീം താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ വാസ്തവത്തിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അതുവരെയും നമുക്ക് ഒരുപാട് മധ്യസ്ഥന്മാരും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു. അതിനുശേഷം എന്നും കൊന്ത ചെല്ലുകയൊക്കെ ചെയ്യുമ്പം എൻ്റെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട കോളേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നവർ, അവരുടെയൊക്കെ മാതാപിതാക്കളൊക്കെ ഗൾഫിലും അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നു. അപ്പോൾ അവര്
ഒരുപാട് പേര് പെന്തക്കോസ്തുകാരാണ്. അവിടുത്തെ പ്രാർത്ഥന മർത്തോമാ ഹൗസിലാണ്. അവിടുത്തെ പ്രാർത്ഥന പെന്തക്കോസ്ത് സ്റ്റൈലിലുള്ള പ്രാർത്ഥന, പാട്ട്, കാര്യങ്ങൾ, അതിനൊക്കെ കമ്പൽസറി ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഞാനിങ്ങനെ ഇരുന്ന് വായിക്കുന്ന ബൈബിൾ വായിക്കുന്ന കാണുമ്പോൾ ഇവർ വന്ന് എന്നോട് തർക്കിക്കുമായിരുന്നു. ഞാൻ നന്നായി ഒരുമാതിരി നന്നായി പടം വരയ്ക്കും. കുഞ്ഞുങ്ങളുടെയൊക്കെ റെക്കോർഡ് ബുക്കൊക്കെ വരച്ചു കൊടുത്തിട്ട് അവരെനിക്ക് തരുന്ന ചില സാമ്പത്തിക നന്മകൾ കൊണ്ടൊക്കെയായിരുന്നു ഞങ്ങൾ അന്ന് സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുകയും മീൻസ് അത്യാവശ്യം വേണ്ട സ്പോർട്സിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ജീവിച്ച ഈ കുഞ്ഞുങ്ങൾ വന്നിരുന്ന എന്നോട് സുവിശേഷം പറയും. ഞാൻ അവരോട് നഖശികാന്ത് എതിർക്കും. അങ്ങനെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ഇവർ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ആ ഭാഗം ഞാൻ എടുത്ത് മറിച്ച് നോക്കി വായിക്കും. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ഞാൻ അതിൽ നിന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ എന്നാൽ ആ സമയത്തൊന്നും പൂർണ്ണമായി അതിലേക്ക് വരാൻ സാധിച്ചില്ല. അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോഴും ഇതെൻ്റെ മനസ്സിലുണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു വ്യത്യാസം വന്നു. കൊട്ടാരക്കര ഞാൻ പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും വഴിത്തിരിവായത് എൻ്റെ ഹസ്ബൻഡും എന്നെ ഈ വിശ്വാസത്തിൽ ഇന്നും നിലനിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഒരു KP ജോസ് വേങ്ങൂർ പ്രാർത്ഥന സംഗമം മിനിസ്ട്രിയുടെ, ഇന്ന് ഞാൻ ആ മിനിസ്ട്രിയിലാണുള്ളത്, മിനിസ്ട്രിയുടെ ഫൗണ്ടറായിരിക്കുന്ന KP ജോസ് വേങ്ങൂർ, അദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ഞാനും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. അപ്പം ഞങ്ങളുടെ സീനിയറായിട്ട് ജോസ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങള് ജോസ്റ്റാൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഒരു കുഞ്ഞു പെങ്ങളായിട്ട് എന്നെ അന്ന് മുതലേ അദ്ദേഹം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല പരിചയമാണ്. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് പോയി. അവർ രണ്ടുപേരും, ജോസ്റ്റാനും അതുപോലെ എൻ്റെ അച്ചാച്ചനും ഗൾഫിലേക്ക് കടന്നുപോയി. അങ്ങനെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് അസംഷൻ കോളേജ് വന്നു. അസംഷൻ കോളേജ് ഡിഗ്രിക്ക് വരുന്ന സമയത്ത് എന്നെ അവിടെയും ഉണ്ട് നോൺ കാത്തലിക്സിന്റെ പ്രെയർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്, കാത്തലിക്സിന്റെ പ്രെയർ വേറെ. അപ്പോൾ കാത്തലിക് സിസ്റ്റേഴ്സ് ഒക്കെ ഞങ്ങളെ കാത്തലിക്സിന്റെ പ്രെയറിന് കൊണ്ടുപോകുമെങ്കിലും ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞ് ഇച്ചിരി ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ പതുക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ട് ഈ നോൺ കാത്തലിക്സിന്റെ പ്രെയറിന്റെ അടുത്തിരിക്കും. അപ്പോൾ അവിടെ പാടുന്ന പാട്ടുകളും അവിടെ വായിക്കുന്ന വചനമൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടും പഠിച്ചും അവിടെ നിന്ന് ആ ഒരു ഓണം വെക്കേഷൻ ടൈമിൽ എനിക്ക് വീട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പം ഹോസ്റ്റലിലൊരു കുഞ്ഞിൻ്റെ വീട്ടിലാണ്, ഒരു മർത്തോമക്കാരി കുഞ്ഞിൻ്റെ വീട്ടിലാണ് പോയത്. 10 ദിവസത്തെ വെക്കേഷൻ അവളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ഒരു പാസ്റ്റർ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്താണ്, അന്നാണ് ഞാൻ ആക്ച്വൽ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. പക്ഷെ അന്ന് സ്നാനത്തെക്കുറിച്ചൊന്നും അത്ര വ്യക്തമായി എനിക്കറിയില്ല. അങ്ങനെ തിരിച്ച് 97 ഞാൻ ആ 96-97 കാലഘട്ടമൊക്കെ കേരളവും ഇന്ത്യയൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല വോളിബോൾ പ്ലെയറായി മാറി. 96 എനിക്ക് ഇവിടെ ഹൈദരാബാദിൽ സെക്കന്ദരാബാദിൽ ജോലി ലഭിക്കേണ്ടതാണ്. എന്നാൽ എൻ്റെ ബ്രദർ ഇവിടെ ആർമിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രദർ മുഖാന്തരം ഇവിടെ ജോലിക്ക് ശ്രമിച്ചു. പക്ഷെ ആ വർഷം എനിക്കത് കിട്ടിയില്ല. പിറ്റേ വർഷം ഞാനും എൻ്റെ ബ്രദറും ഒക്കെ ഒരുമിച്ച് കേരള സ്റ്റേറ്റ് ടീമിന് വേണ്ടി ഞാൻ കളിക്കുന്നു, ബ്രദർ സർവീസസ് ടീമിന് വേണ്ടി കളിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരുപ്പൂർ വെച്ചൊരു കളി നടക്കുമ്പോൾ ഇവിടുത്തെ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദാണ്. അപ്പോൾ ഇവിടുത്തെ റെയിൽവേയിലെ സ്പോർട്സ് ഓഫീസർ, അതായത് നമ്മുടെ ഒളിമ്പിക്സ് മെഡലിസ്റ്റ് PV സിന്ധുവിൻ്റെ ഫാദർ PV രമണ വോളിബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് എൻ്റെ കളി കാണുകയും അങ്ങനെ ഞങ്ങളുടെ കോച്ചിനോട് ചോദിച്ചു, കുഞ്ഞിന് ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് തരുമോയെന്ന്. അപ്പോഴാണ് അങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രദർ വന്ന് മുമ്പ് ചോദിച്ച ആ ആൾ തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ടിജോയുടെ സിസ്റ്ററാണോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ബ്രദർ പോയി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അതിൻ്റെ എല്ലാ കോപ്പികളും കൊടുത്ത് അങ്ങനെ ഡയറക്റ്റ് ഇവിടെ എനിക്കൊരു ജോലി കിട്ടാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. തലേ വർഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ സ്റ്റാർട്ടിംഗ് ബേസിൽ ജോയിൻ ചെയ്യണമായിരുന്നു. എന്നാൽ അവരെൻ്റെ കളി കണ്ടെന്നെ വിളിച്ചപ്പം അവരെനിക്ക് 10 ഇൻക്രിമെന്റ് 10-11 ഇൻക്രിമെന്റ് ഇട്ട് എനിക്ക് ഔട്ട് ഓഫ് ടൗണിലാണ് എനിക്ക് ആ അപ്പോയിൻമെന്റ് തരുന്നത്. അത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ചെയ്തതാണ്. കാരണം ആ ഒരു വർഷം 96-97 വർഷങ്ങളിൽ കളിച്ച എല്ലാ ടൂർണമെന്റുകളിലും ഒരു ബെസ്റ്റ് പ്ലെയർ വാങ്ങിയാണ് ഞാൻ കളിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെ ഹൈദരാബാദിൻ്റെ ഈ പട്ടണത്തിൽ കടന്നു വരുവാനും തുടർന്ന് ഇവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അച്ചാച്ചനും ജോസ്റ്റാനും സൗദിയുടെ പ്രദേശങ്ങളിലാണ്. അപ്പോൾ അവരവിടെ ഇരുന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അവർ ജോലി വിട്ട് വരുമ്പോഴൊക്കെ കർത്താവിൻ്റെ വേല, ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളതൊക്കെ വലിയ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 98 ഞാനിവിടെ ജോലിക്ക് ചേർന്നതിന് ശേഷം ഞാൻ TP മാത്യു എന്ന് പറയുന്നൊരു പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കത്തോലിക്കരോട് ചെയ്യുന്നതിനോട് വളരെ ഒരു വിഗ്രഹാരാധനയോടൊക്കെ വല്ലാത്തൊരു മടുപ്പ് തോന്നി.
അപ്പോൾ എന്നെ ചർച്ചിൽ പോകാൻ വേറൊരിടത്തും പോകാനൊന്നും എൻ്റെ ബ്രദർ സമ്മതിക്കത്തില്ല. ഞാൻ ബ്രദറിൻ്റെ ഒരു സ്നേഹം അത്ര നാൾ ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് 98 ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ ഇവരാരും അറിയാതെ തന്നെ എൻ്റെ പാസ്സൊക്കെ എടുത്ത് വെച്ചു. ഈ ബൈബിൾ കറസ്പോണ്ടൻസ് പഠിക്കുന്ന പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പോയി സ്നാനപ്പെടാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് ഞാൻ നാട്ടിൽ ചെല്ലുന്നു. ബ്രദറിൻ്റെ മാരേജ് കഴിഞ്ഞ് 2-ാം ദിവസം അവർ വൈഫിൻ്റെ വീട്ടിലോട്ട് പോയപ്പം ഞാൻ എൻ്റെ ഇളയ ബ്രദർ, അവനൊന്ന് 5-ലോ 6-ലോ പഠിക്കുക, അവനെയും കൂട്ടിക്കൊണ്ട് താഴെ, അന്ന് STD ബൂത്തുകളിൽ പോയി വേണമല്ലോ നമ്മൾ കോൾ ചെയ്യാൻ, 5 കിലോമീറ്റർ നടന്ന് താഴെ ചെന്ന് STD ബൂത്തിൽ കയറി കോൾ ചെയ്തു. ഇങ്ങനെ സ്നാനപ്പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാസ്റ്ററുമായിട്ടെല്ലാം സംബന്ധിച്ചു. നാളെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് കയറും, മറ്റന്നാൾ അവിടുത്തെ സ്നാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് തന്നെ തിരിച്ചു പോരണം എന്നുള്ള രീതി കാര്യങ്ങൾ ക്രമീകരിച്ചു. ഞാൻ അകത്ത് നിന്ന് ബൂത്തിനകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രദർ വെളിയിൽ നിന്ന്, ഇത്രയും നേരിട്ട് ഇവൾ ആരോടെ സംസാരിക്കുന്നതാണ്, വെളിയിലിരുന്ന ഫോൺ എടുത്ത് വെച്ച് ചെവിയിൽ വെച്ച് കേട്ടപ്പോഴാണ് സ്നാനപ്പെടാനുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവന് യഥാർത്ഥമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ ഇവള് അന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പെന്തക്കോസിലേക്ക് ഒന്ന് മാർഗം കൂടി പോവുക, വേറെ ജാതിയിലേക്ക് പോവുക എന്നൊക്കെയുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അവനത് കേട്ടു. തിരിച്ചു പോന്നപ്പോൾ അവനോടൊന്നും മിണ്ടിയില്ല. വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു. പിന്നെ വീട്ടിൽ നടന്ന വഴക്കും ബഹളമൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം വലിയ ഒരു പ്രയാസം പ്രതികൂലമായിരുന്നു. പപ്പ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് കയറി വരുമ്പം ഇവിടുത്തെ ശോകമോഹമായ അന്തരീക്ഷം കണ്ടപ്പോൾ ഇവിടെ എന്താ എല്ലാവർക്കും പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മകളെ സ്നേഹിച്ച് എൻ്റെ പപ്പയ്ക്ക് എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മകളെ ഞങ്ങൾ സ്നേഹിച്ച് പുന്നാരിച്ചുകൊണ്ട് മകള് മാർഗം കൂടി എന്തിയോ പോവുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി. എനിക്കൊന്നും സംസാരിക്കാൻ വയ്യ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും, രാത്രി 2 മണിയും ഉണ്ടായി. ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നു. അവിടെ പണ്ട് ഞങ്ങളുടെ വീടൊക്കെ പപ്പ ഒരു മേസ്ത്രിയൊക്കെ ആയതുകൊണ്ട് വീടൊക്കെ കോൺക്രീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ പണിതതാണ് കേട്ടോ. അതായത് ഇഷ്ടികയൊക്കെ ഞങ്ങൾ തന്നെ പിടിച്ച്, ഞങ്ങൾ തന്നെ ചുട്ട്, ഞങ്ങൾ തന്നെ പണിത വീടാണ്. അപ്പം അതിനൊരു പാരപ്പറ്റിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഈ നമ്മുടെ സിറ്റൗട്ടിൻ്റെ മേളിൽ സ്ട്രെയിറ്റ് ആയിട്ട് വാർത്തൻ്റെ അടിയിൽ പോയി കിടന്നു. അങ്ങനെ കിടന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, പ്രാർത്ഥിച്ചു, കർത്താവിനോട് ചോദിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ വഴിതെറ്റി പോയില്ല. വഴിതെറ്റി പോകാൻ ഏറ്റവും ചാൻസ് ഉള്ള ഏജാണ് 18-19 വയസ്സെന്നൊക്കെ. ആ സമയത്തൊന്നും സംഭവിച്ചില്ല. ഇത്രയും നല്ല രീതിയിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി, കർത്താവിനോട് ചേരാൻ ആഗ്രഹിച്ച് സ്നാനപ്പെടുന്നത് തെറ്റാണോ എന്നിങ്ങനെ ഞാൻ കർത്താവിനോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു, കരഞ്ഞു. അവിടെ കിടന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. ആ സമയത്ത് ഞാനൊരു ശബ്ദം കേൾക്കുന്നത്, നിന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളുന്നൊരു ആരും എൻ്റെ ചെവിയിലിരുന്ന് പറയുന്നത് പോലെ ഞാൻ കേട്ടു. പക്ഷെങ്കിൽ ഞാൻ വായിച്ച പുതിയ നിയമം പുസ്തകത്തിനകത്ത് എവിടെയും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ്, ആരാണ് പറഞ്ഞത് എന്നത് ദൈവശബ്ദമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കേൾക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളുന്നുള്ള വാക്കാണ് കേൾക്കുന്നത്. അത് ഞാൻ പല ആവർത്തി ഇങ്ങനെ ഉരുവിട്ടു. അങ്ങനെ തന്നെ കിടന്ന് പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങിപ്പോയി. അവരെന്നെ അന്വേഷിച്ചൊക്കെ നടന്നു. 5 മണിയായപ്പോൾ എന്നെ കണ്ടുകിട്ടി. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ ആ സമയത്ത് സ്നാനമൊന്നും നടന്നില്ല. ഞാൻ പാസ്റ്റർ അടുത്ത് എന്ന് വിളിച്ച് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല, സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ പാസ്റ്റർ എന്നെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, കുഞ്ഞെ കർത്താവ് തന്നെ മോക്ക് വേണ്ടി ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്, ആ സമയത്ത് എല്ലാം നടക്കും, ധൈര്യമായിട്ട് മടങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. 98 ജോസ്റ്റാൻ്റെ കല്യാണം കഴിഞ്ഞു. ജോസ് പാസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞപ്പം അദ്ദേഹം വൈഫുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് ചെന്നു. അങ്ങനെ എൻ്റെ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ സ്നേഹിതന് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് എനിക്ക് എതിരുണ്ടോ, അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പെന്തക്കോസ്തിലോട്ട് വരുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര എതിർപ്പാണ്. അപ്പോൾ നിങ്ങളൊന്നും അറിയണ്ട, കല്യാണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം, വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. എങ്കിലും അത്ര പൂർണ്ണ മനസ്സൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഓക്കെ, ഒരു അരമനസ്സിൽ നിന്ന് ഞാൻ അങ്ങനെ പോകുന്നു. 99 അതായത് 99 അച്ചാച്ചൻ സൗദിയിൽ നിന്ന് വരുന്ന സമയത്ത് വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ സ്നാനപ്പെടുത്താൻ ആ പാസ്റ്ററും അച്ചാച്ചൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ എൻ്റെ ഭവനത്തിൽ വന്നു. അന്നേരം സംസാരിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നെ അന്ന് ഏറ്റവും തടഞ്ഞ എൻ്റെ ഇളയ ബ്രദർ തന്നെ എന്നെ കൊണ്ടുപോയി സ്നാനത്തിന് പത്തനംതിട്ടയാക്കി. പത്തനംതിട്ട സ്നാനപ്പെട്ടു. വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് സ്നാനമൊക്കെ നടക്കുന്നത്. അങ്ങനെ സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തന്നെ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് വന്നതും അങ്ങനെയുള്ള ചിലവുകൾ ഒഴിച്ച് ബാക്കി എൻഗേജ്മെൻറ്റ് ജോസ് പാസ്റ്ററിൻ്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്നു. അതിനുശേഷം വിവാഹം അഞ്ചൽ വെച്ച് നടന്നു. അങ്ങനെ അച്ചാച്ചൻ്റെ വീട്ടുകാരും കാത്തലിക്സ് ആണ്, റീത്ത് മലങ്കര കാത്തലിക്സ് ആണ്, ഞങ്ങൾ റോമൻ കാത്തലിക്സ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർക്കൊരു സന്തോഷമോ, ഇവൻ പെന്തക്കോസിൽ പോയെങ്കിലും കത്തോലിക്ക പെണ്ണിനെയാണല്ലോ കെട്ടിയത്, അതുകൊണ്ട് ഇവരെ തിരിച്ച് കൊണ്ടുവരും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ഒരു ടീമിനെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രായമായ അമ്മച്ചിമാർ വന്ന് എന്നോട് പറഞ്ഞിങ്ങനെ, ഇനി നീ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ മോളെ, അവനെയും കൂടി ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ
കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വന്നു, പക്ഷെ ഞാൻ കണ്ട ഒരു രക്ഷകനുണ്ട്, ആ യേശുവിനെ കണ്ടാൽ ഞാൻ വന്നത്, അതുകൊണ്ട് ആ രീതി പോകാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോന്നു. പിന്നെ ഞാൻ ഇവിടെയും അച്ചാച്ചൻ സൗദിയിലൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 2003 അച്ചാച്ചൻ തിരിച്ച് വന്നു. 2003 ഞങ്ങൾക്ക് മോനുണ്ടാവുന്നത്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ ദാനമായി തന്നു 2003. ഇങ്ങനെ 2-3 വർഷം അച്ചാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. 2005 വീണ്ടും ഇവിടെ വന്നു. 2004 ഒരുപാട് ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നപ്പം ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഒരു 7-8 പാസ്റ്റേഴ്സ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പോൾ അച്ചാച്ചന് 21 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവർ സൗദിയിൽ നിന്നൊക്കെ നിന്ന് വളരെ ഞങ്ങളെപ്പോലെയല്ല, വളരെ തീക്ഷ്ണമായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയം. 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്താണ് വരുന്ന ദേവദാസന്മാരെല്ലാം അച്ചാച്ചൻ്റെ തലയിൽ കൈവച്ച് പറയുന്നത്, നീ പൂർണ്ണമായും കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കേണ്ട ആളാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അച്ചാച്ച, അങ്ങനെയാണെങ്കിൽ അച്ചാച്ചൻ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്യുക, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ജോലി ഉണ്ടല്ലോ എന്നാണ്. അപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ഫാമിലി, അച്ചാച്ചന്റെ വീട്ടുകാരൊന്നും അങ്ങനെ അതിനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ വീണ്ടും 2005 ഞാൻ അറിയാതെ അച്ചാച്ചനൊരു വിസ ഒരുക്കി അവർ അച്ചാച്ചനെ ദുബായിക്ക് കയറ്റി വിടാൻ വേണ്ടി. അങ്ങനെ ദുബായിക്ക് കയറ്റി വിട്ടു. അത് അച്ചാച്ചന്റെ ജീവിതത്തിൽ ഒരു വലിയ ഇതായി മാറി. അവിടെ ചെന്ന് ബൈബിൾ പഠിക്കാനും അവിടെ ഒരു IPC കർമ്മേൽ IPC എന്ന് പറഞ്ഞാൽ IPCയുടെ അവിടുത്തെ പാസ്റ്ററിന്റെ അസിസ്റ്റന്റ് അവിടെ ശുശ്രൂഷിക്കാനും അങ്ങനെ ഒരു 6 വർഷത്തോളം അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലിരുന്നു. ഈ സമയത്തൊക്കെ സൗദിയിലായിരുന്നപ്പോഴും ദുബൈയിലായിരുന്നപ്പോഴും എനിക്ക് സാമ്പത്തിക നന്മകളൊന്നും അയച്ചു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ചിന്താഗതി ഇതായിരുന്നു, ഞാൻ ഇപ്പോഴും കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടല്ലോ, അതായത് അനേക പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, കർത്താവിന്റെ ദാസന്മാർക്ക് സാമ്പത്തിക നന്മകൾ അയച്ചു കൊടുക്കുക, ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുടക്കുക, ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ അയച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ നീക്കിക്കൊണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഇപ്പോഴും കർത്താവിന്റെ വേലയാണല്ലോ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പൂർണ്ണമായി ഇറങ്ങുന്ന കാര്യം പറയുമ്പോൾ ഒരു മടി ഇങ്ങനെ വെച്ചോണ്ടിരുന്നു. ഓരോ തവണയും വിസ പുതുക്കേണ്ട സമയം വരുമ്പോൾ അച്ഛന് വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വിളിച്ച് പറയും, വീണ്ടും അദ്ദേഹത്തെ ഇവിടെ കുടുക്കി, അങ്ങനെ ഇടുന്ന ഒരു സെറ്റപ്പായിരുന്നു. ഏതായാലും ദുബായി ചെന്ന് വചനം പഠിച്ചു, വളരെ ആഴത്തിൽ വചനം പഠിച്ചു. അപ്പോൾ ദൈവം ആന്ധ്രയെക്കുറിച്ച്, അന്ന് ആന്ധ്രയും തെലങ്കാനയും വേർപെട്ടിട്ടില്ല, ആന്ധ്രയെക്കുറിച്ച് വലിയ ദർശനങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2011 പെട്ടെന്ന് ഹാർട്ട് ഫെയിലായി. അവിടുന്ന് തിരിച്ചു പോരേണ്ട സമയം വന്നു. അപ്പം അവിടെ ദുബായിലെ റാഷിദ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, എന്നോട് ഒരുപാട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇതുവരെ നിറവേറിയിട്ടില്ല. എൻ്റെ ആയുസ് കർത്താവിനെ നീട്ടിത്തരുന്നുവെങ്കിൽ ഞാൻ ഇനി ഒരു ജോലി ചെയ്യത്തില്ല, പൂർണ്ണമായും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും എന്നൊരു തീരുമാനം ആ ബെഡിൽ വെച്ചെടുത്തു. എന്തായാലും ഡോക്ടേഴ്സ് നാട്ടിൽ എത്തത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതിന്റെ ഹാർട്ട് ബീറ്റ് 35 ആയി കുറഞ്ഞു. അത് ഉറങ്ങുന്ന സമയത്ത് 15 to 20, അതായത് ഏത് സമയം മരണപ്പെടാമെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് അദ്ദേഹം സ്വന്തം റിസ്കിൽ കയറി നാട്ടിൽ വന്നു. ഇവിടെ വന്ന് ഹൈദരാബാദിൽ വന്ന് 2-3 ഹോസ്പിറ്റലുകളിൽ നോക്കി. റെയിൽവേ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പേസ് മേക്കർ വെച്ചു. പിന്നീട് അദ്ദേഹം പൂർണ്ണമായും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ റിസൈൻ ചെയ്യാതെ പോകുന്നത്, തിരിച്ചു പോകണം. അപ്പം അദ്ദേഹത്തിനൊരു ഇതുണ്ടായിരുന്നു, എല്ലാ പ്രാവശ്യം ലീവിന് വരുമ്പം ഞങ്ങളൊരു മന്ത്ലി വൺസ് ഇരുന്ന് നൈറ്റ് പ്രയറും 2-3 വർഷം ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മന്ത്ലി ഒരു നൈറ്റ് പ്രയർ വെക്കും. ചില ദേവദാസന്മാർ വരും, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ കുടുംബമായി കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവേ, അങ്ങാണ് എനിക്ക് ദർശനം തന്നതെന്നുള്ളതിന് എനിക്കൊരു അടയാളം വേണം. ഞാൻ ഈ ദർശനം കർത്താവ് തന്നതാന്നുള്ളതിൻ്റെ ഒരു സൂചന എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് മടങ്ങിപ്പോയി റിസൈൻ ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചൊവ്വാഴ്ച നടക്കുന്ന മീറ്റിങ്ങിൽ ഒരു 40 പേര് വന്ന് കൂടുവാണെങ്കിൽ തീർച്ചയായും കർത്താവ് എന്നെ അറിയിച്ച ദർശനമാണെന്ന് വിശ്വസിച്ച് മടങ്ങിപ്പോയി റിസൈൻ ചെയ്ത് വരുമെന്നാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ മീറ്റിംഗ് ചൊവ്വാഴ്ച വെച്ചപ്പോൾ 46 പേര് വന്ന മീറ്റിങ്ങിൽ അതിൽ 4 ലാംഗ്വേജിൽ, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, 4 ലാംഗ്വേജിൽ നിന്നുള്ള ആൾക്കാർ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അതോടുകൂടി പൂർണ്ണമായും തീരുമാനിച്ചു ദൈവത്തിന്റെ പദ്ധതിയാണെന്ന്. അങ്ങനെ തിരിച്ചു പോയി. ചെന്നപ്പം അദ്ദേഹം ഉണ്ടായിരുന്നതിനേക്കാൾ 1000 ദിർഹം, 1500 ദിർഹം അങ്ങാണ്ട് എക്സ്ട്രാ കൂട്ടി അദ്ദേഹത്തിന് വേറൊരു കമ്പനിയുടെ മാനേജറായിട്ട് പോസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കും, വളരെ ആ കടയ്ക്ക് അനുഗ്രഹമായിരിക്കും, അവർക്ക് നല്ല ബിസിനസ് നടക്കും. അപ്പൊ അതുകൊണ്ട് വീണ്ടും കൂട്ടിക്കൊടുത്ത് ഇരിക്കാൻ നോക്കി. അപ്പം പറഞ്ഞു, ഇനി ഏതായാലും ഇല്ല, ഞാൻ റിസൈൻ ചെയ്ത് പോരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം റിസൈൻ കൊടുത്തു. 1 month പീരീഡ് ചെയ്യണം, പക്ഷേങ്കിൽ 4 ദിവസം കൊണ്ട് അവർ ഫുൾ ഗ്രാറ്റുവിറ്റിയും എല്ലാം കൊടുത്ത് റിസൈൻ ചെയ്ത് മടങ്ങി വരും. എന്നാൽ 1 മാസം അവിടെ നിന്ന് ആ പാസ്റ്ററിന്റെ കൂടെ ശുശ്രൂഷിച്ചിട്ട് അവിടുന്ന് IPCയുടെ ഓർഡിനേഷനോട് കൂടി അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നു. 2012 ഏപ്രിൽ 1 ഞങ്ങൾ ഇവിടെ കർമ്മേൽ ഗുഡ് ന്യൂസ് മിഷൻ എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ചു. കർത്താവ് ആ തീരുമാനം എടുത്തപ്പോൾ മുതൽ
അച്ചാച്ചനിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എനിക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. അതുപോലെ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, ഭൂതങ്ങൾ വിട്ടുപോകുന്നത്, അങ്ങനെ അനേകം ഞാൻ കണ്ടു. 4-5 മാസത്തിനുള്ളിൽ സെക്കന്ദരാബാദിൽ 80 പേരടങ്ങുന്ന ഒരു ചർച്ച്, അതും അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന വിശ്വാസികളല്ല, പുതിയതായി ചെന്ന് സുവിശേഷം പറഞ്ഞ അനേക വിശ്വാസികളെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഒന്നുമില്ല. ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു സിസ്റ്ററെ, ദേവദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ, അതിനകത്ത് 1-2 എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞാൽ അത് അനുഗ്രഹമായിരിക്കും കേൾവിക്കാർക്ക്. രോഗസൗഖ്യമോ അങ്ങനത്തെ. അദ്ദേഹത്തിന്റെ ഒരു ഫോൺ നമ്പർ കണ്ട്, ഒരു കലണ്ടറിലെ ഫോൺ നമ്പർ കണ്ട്, ഒരു 2 വർഷമായി ബെഡ് റിഡൻ ആയി കിടന്ന ഒരു സഹോദരൻ ആ ഫോൺ നമ്പറിൽ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പൂർണ്ണമായി എണീറ്റ് നടന്ന്, അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിന്റെ മകളിൽ ഒരു ബാപ്റ്റിസം ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ആരാധന നടക്കുന്നുണ്ട്, അതിന് മേളിൽ ഞങ്ങളൊരു ബാപ്റ്റിസം ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ആ ബാപ്റ്റിസം ടാങ്കിൽ വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും സ്നാനപ്പെട്ടു. അങ്ങനെ അതുപോലെ അനേക വിടുതലുകൾ നടന്ന് ഒരുപാട് എല്ലാം ഇപ്പൊ ഒരുപാട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ദുരാത്മാക്കൾ പിടിച്ചവരെയൊക്കെ ആന്ധ്രയുടെ പല ഏരിയകളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവരുന്ന സമയത്ത് പോലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ ഇവിടെ വന്ന് എന്നെയും കൂട്ടിയിട്ട് അവിടെ പോകുമ്പോൾ ഞങ്ങളെ സ്റ്റെപ്പ് താഴെ ചെന്ന് മുകളിലോട്ട് കയറുന്നതിന് മുൻപ് അവിടെ കിടക്കുന്നയാള് ആ ദുരാത്മാവ് പിടിച്ചവര് എന്നെ ഇറക്കാനുള്ള ഒരു വന്നെന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ വിശ്വാസത്തിലോട് അത്ര വലിയ ഡീപ്പായിട്ട് വന്നിട്ടില്ല. യേശുവിനെ കണ്ടു, ആ രീതിയിൽ നടക്കുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങളാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിലാണ്. അപ്പൊ ഞാൻ അച്ചാച്ചന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകും. അന്ന് എനിക്ക് തെലുഗു, ഇവിടുത്തെ ഭാഷ സംസാരിക്കുമെങ്കിലും തെലുഗു അങ്ങനെ ഫ്ലുവൻ്റ് അല്ല, അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് സംസാരിക്കും, അങ്ങനെയുള്ളൂ. അത് കഴിഞ്ഞ് അച്ചാച്ചൻ പറഞ്ഞു, അച്ചാച്ചന് മലയാളം മാത്രമേ അറിയൂ, തെലുങ്ക് അറിയത്തില്ല. അപ്പം ഇവരോട് സംസാരിക്കണമെങ്കിൽ തെലുഗു ട്രാൻസ്ലേറ്റ് ചെയ്യണം. അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, നീ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എണീറ്റ് നിന്ന് നമ്മുടെ ഭാഷയിൽ സംസാരിച്ചു. പക്ഷെ ബൈബിളിൽ പറയുന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒത്തിരി എനിക്ക് സങ്കടമൊക്കെ വേണമെന്ന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഞാൻ ആ ലാംഗ്വേജ് പഠിച്ചെടുത്തതെന്ന്. എനിക്ക് ഇന്നും പ്രോപ്പറായി എഴുതാൻ അറിയില്ല, പക്ഷെ നന്നായി വായിക്കാൻ കർത്താവിനെ പഠിപ്പിച്ചു. ബൈബിൾ വായിക്കാതെ ബിബ്ലിക്കൽ ലാംഗ്വേജ് ഒരു കാരണവശാലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും അന്നൊക്കെ എന്നോട് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അച്ചാച്ചന് കടുത്ത ദർശന പ്രകാരം 80 പേരുള്ള ചർച്ച് ഇവിടെ ഉണ്ടായിട്ടും ആ ചർച്ചിൽ അദ്ദേഹം നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. തന്നിൽ കൊടുത്തത് റിമോട്ട് വില്ലേജുകളിലേക്കുള്ള ഒരു ഇതായിരുന്നു. തന്നെ അങ്ങനെയുള്ള ഞാൻ ഓഫീസിൽ പോയാലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പോയി സുവിശേഷം പറഞ്ഞ് ആരെങ്കിലും കിട്ടും, അവർ മുഖാന്തരം പല ദേശങ്ങളിലേക്ക് പോകും. അങ്ങനെ ആന്ധ്രയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തനങ്ങളായി. അത് ചില സമയങ്ങളിലൊക്കെ എൻ്റെ മോളൊക്കെ അന്ന് 2008 ഞങ്ങൾക്കൊരു മോള് കൂടെ ആയി. അപ്പോൾ ഒരു മോനും മോളുണ്ട്. മോക്ക് 3 വയസ്സുള്ള സമയത്ത് മിനിസ്ട്രി, 4 വയസ്സുള്ള സമയത്ത് മിനിസ്ട്രി തുടങ്ങുന്നത്. അവളെ കളഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ, എൻ്റെ ബ്രദർ ഇവിടെയുണ്ട്, എൻ്റെ സിസ്റ്റർ ഇവിടെയുണ്ട്, എല്ലാവരും ഹൈദരാബാദിലുണ്ട്. അപ്പൊ എൻ്റെ പപ്പയും മമ്മിയും ഇളയ ബ്രദറിന്റെ കൂട്ടത്തിലുണ്ട്. ആ സമയത്ത് കുഞ്ഞിനെ അവിടെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു മീറ്റിങ്ങും കഴിഞ്ഞ് ഈ ആന്ധ്രയുടെ വേറെ സ്ഥലത്തേക്ക് ട്രെയിൻ കയറി പോകും. രാത്രി ഒരുപാട് സഞ്ചരിച്ച് വണ്ടിയും വെള്ളം ഒന്നും ചെല്ലാത്ത സ്ഥലങ്ങളിൽ പോയി അവിടെ 2 ദിവസം താമസിച്ച് സുവിശേഷം പറഞ്ഞ് അവിടെയുള്ള ആ ഏരിയ മുഴുവൻ സുവിശേഷം പറഞ്ഞ് അവരെ വിളിച്ചുകൂട്ടി സൺഡേ ഈവനിങ് ഒരു മീറ്റിംഗ് നടത്തി അവർക്ക് എല്ലാവരും ഫുഡും കൊടുത്ത് രാത്രി തിരിച്ച് കടന്നു വരും. സെക്കന്ദരാബാദിന്റെ ഓഫീസിന്റെ അടുത്ത് എൻ്റെ ഒരു കസിന്റെ വീടുണ്ട്. അവിടെ വന്ന് കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകും. തിങ്കളാഴ്ച വൈകിട്ട് പിന്നെ എൻ്റെ മോളെ കാണത്തുള്ളൂ. അങ്ങനെ ഒരു 2 വർഷത്തോളം ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്തു. അനേക സ്ഥലങ്ങൾ, അനേക പ്രവർത്തനങ്ങളായി. ഒരുപാട് രോഗികൾ, ഒരു എയ്ഡ്സ് രോഗിയായി കിടന്നിരുന്ന ആള് സൗഖ്യമായി എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് കുറച്ചൊരു 4-5-6-7 വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം സൗഖ്യമായി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ എല്ലാ മീറ്റിങ്ങുകൾക്കും വരുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് സൗഖ്യമായ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മിനിസ്ട്രി എങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2014 കഴിഞ്ഞ് 15-14 എൻഡിങ്ങിലായപ്പം അച്ചാച്ചൻ തന്നെ ഒരു സഹോദരൻ കൂട്ടി ഈ വില്ലേജുകളിൽ പോയി അവിടെ താമസിച്ച് അവിടെ ഉപവാസ പ്രാർത്ഥന ഒരാഴ്ച വെച്ച് അവിടെ അങ്ങ് താമസിക്കും. അപ്പൊ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സഹോദരൻ കൂടെ പോകുമായിരുന്നു.
അപ്പൊ അവിടെ അങ്ങനെ താമസിച്ച ഒരു സമയത്ത് അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും. അച്ചാച്ചന് നേരത്തെ ചെറുപ്രായത്തിൽ കുറച്ച് ഡയബറ്റിക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവിടെ താമസിച്ച് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്നൊരു യൂറിൻ ഇൻഫെക്ഷൻ പോലെ വന്നു. അവിടുന്ന് മടങ്ങി വന്ന യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായി. അങ്ങനെ അതിന്റെ പേരിലൊരു എന്താ പറയണ്ടേ, യൂറിൻ അങ്ങ് ബ്ലോക്കായി പോകാതായി. അങ്ങനെയൊക്കെ വന്ന് രാത്രി ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തതിന് നേരത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ അതിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു മിനിസ്ട്രിക്ക് പോകാൻ വേണ്ടി ഒരു വലിയ സ്കോർപ്പിയോ വെഹിക്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2014 അത് ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞങ്ങളൊരു ക്രൂസൈഡിന് പോകുമ്പോൾ അതിനകത്ത് 8 പേരും അതിനകത്ത് അവർക്ക് വേണ്ട ട്രാക്ട്, ബൈബിള്, വൈകുന്നേരം അവർക്ക് മീറ്റിംഗ് കൊടുക്കണം, ഫുഡിന്റെ ഐറ്റംസ് എല്ലാം ആയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു 40 മീറ്റർ ഇങ്ങനെ കരണം മറിഞ്ഞ് വണ്ടി 4-5 വട്ടം കരണം മറിഞ്ഞ് കംപ്ലീറ്റ് ചില്ലും പൊട്ടിപ്പോയി. വണ്ടി ഇങ്ങനെ അട പോലെയായി. പക്ഷെ ആ 8 പേർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. സ്വർഗത്തിലദേവൻ ഞങ്ങൾ അത്ഭുതമായി പരിപാലിച്ചെന്നാ പറയാൻ പറ്റുള്ളൂ. ഞാനത് ഓർക്കും. കർത്താവ് ലഗ്യോൻ എന്ന അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ തടാകത്തിൽ വലിയൊരു ഇത് നടക്കുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം സംഭവിച്ചത് അന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പോകുന്ന സമയത്ത് സംഭവിച്ച അതുപോലെ ഒരു വലിയ ആക്സിഡന്റ് ആയിരുന്നു. അത് ആക്സിഡന്റ് കഴിഞ്ഞ് ആർക്കും ഒന്നും പറ്റാത്തപ്പം വണ്ടി മൊത്തം പോയി. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റാത്ത പച്ചാച്ചൻ ചോദിച്ചു, നമുക്ക് ആർക്കും കർത്താവ് ഒരു ഹാനിയും വന്നില്ല, അവിടെ ചതവൊക്കെ ഉണ്ട്, അല്ലാതെ പൊട്ടലോ ഒടിയിലോ മുറിവോ ഒന്നുമില്ല, അപ്പൊ നമുക്ക് പോയാലാന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും റെഡിയായി. ഞങ്ങൾ അങ്ങനെ വീണ്ടും ആ വില്ലേജിൽ നിന്ന് ആൾക്കാരെല്ലാം ഓടി വന്നു. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒരു വിങ്ങറൊക്കെ വിളിച്ച് അവിടെ ചെന്നു. വൈകുന്നേരം മീറ്റിങ്ങിന് പോകാനായി ഞങ്ങൾ ചെന്ന ക്ഷീണത്തിൽ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ അടുത്ത മീറ്റിങ്ങിനായിട്ട് എണീറ്റു. അച്ചാച്ചൻ ഇങ്ങനെ നടന്നൊരു വീടിന്റെ സൈഡിലേക്ക് കയറുകയും അവിടെ ഒരു ഭൂതം അങ്ങ് ഇളകി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ആ കോളനി മുഴുവനും വിറയ്ക്കുമാർ അത് കിടന്ന് അലറി വിളിച്ച് കയറാൻ തുടങ്ങി. ഞങ്ങൾ മുമ്പോട്ട് നടന്നു പോയവരെല്ലാം വീണ്ടും തിരിച്ചു വന്നു ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു. ആ സഹോദരിക്ക് പൂർണ്ണമായ സൗഖ്യമായി. അങ്ങനെ വൈകുന്നേരം ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഞങ്ങള് രാത്രി 2:30 മണിയായപ്പോൾ ഒരു ട്രെയിൻ കയറി ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിൽ വന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ അച്ചാച്ചൻ പോയി അവിടെ താമസിച്ച് ഈ സമയത്ത് അന്ന് സ്കോർപ്പിയോ വെഹിക്കിളാണ് ആ വണ്ടിക്കകത്ത് ഞാൻ എടുത്തിട്ട് ഇദ്ദേഹത്തെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രിയിൽ യൂറിൻ ബാഗൊക്കെ ഇട്ട് 2 ദിവസം അന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ 2 പേരെയും കൂടെ സോഫ ചേർത്ത് അതിന് നടുക്ക് കിടത്തിയിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. കുഞ്ഞുങ്ങൾ എണീക്കുമ്പോൾ ഞങ്ങൾ എവിടെയെന്ന് പോലും അറിയാത്ത ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുക. അങ്ങനെ ഒരുപാട് പ്രതികൂലങ്ങൾ കടന്നു വന്നു. 2014 ആ രീതിയിലായി. അത് കഴിഞ്ഞ് അത് കുറച്ച് ഹോസ്പിറ്റൽ വേറെ റെയിൽവേന്ന് പുറത്തൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ അങ്ങ് ഇതായി. പക്ഷേങ്കിൽ ആ സമയത്ത് കൊടുത്ത മെഡിസിൻ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ കിഡ്നിയെ പതുക്കെ ഫെയിൽ ആയിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ ക്രിയാറ്റിൻ 1.8 ആയി. അതിനുശേഷം 2015 വീണ്ടും ഇതുപോലെ ഇത് വന്നു. ക്രിയാറ്റിൻ്റെ ലെവൽ ഒന്നൊന്നായി കൂടിയും 3.1 ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. 2015 ഒരു സമയത്ത് ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് 2 മാസത്തോളം യൂറിൻ ബാഗിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് ഏറ്റെടുത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് അനേകം ക്രൂസൈഡുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന്റെ വേല ചെയ്യാൻ ഇനി ഒത്തിരി നാളെനിക്കുണ്ടോ എന്നുള്ള അറിയത്തില്ല. ആ കിട്ടുന്ന സമയം എങ്ങനെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് കരുതി അദ്ദേഹം ആ യൂറിൻ ഭാഗത്തോടെ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ട് മുണ്ടെടുത്തുടുത്ത് കേരളത്തിലെ നമ്മുടെ മുണ്ടെടുത്തുടുത്ത് ഷർട്ട് വിട്ട് അദ്ദേഹം 100-150 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ക്രൂസൈഡുകൾ നടത്തി. എന്നൊക്കെ ഞാൻ ഒരുപാട് പുറകിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും പെയിന്. അങ്ങനെ എന്നിട്ടും പോയി വചനം പറഞ്ഞ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു വലിയ 500 പേർക്ക് കേൾക്കാവുന്ന ഒരു മൈക്ക് സിസ്റ്റം ഇവിടെ വാങ്ങി വെച്ചു. ഒരു ഒമിനി എടുത്തിട്ടു. അദ്ദേഹത്തിന്റെ എല്ലാ സാമ്പത്തിക നന്മകളും കർത്താവിന് വേണ്ടി ചെയ്യാനായി അദ്ദേഹം ചെയ്തു വെച്ചു. ഇതിനകത്തെല്ലാം വണ്ടിയും കെട്ടി വെച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് എന്നോട് പറയും നീ പുറകെ വന്നേക്കാം. ഇങ്ങനെ കുറെ ക്രൂസൈഡുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ആ സിറ്റുവേഷനിൽ പോലും 1-2 മാസം യൂറിൻ ബാഗ് ഇട്ടിട്ടും വെറുതെ ഇരുന്നില്ല. ആ സമയത്തും കർത്താവിന്റെ വേല ചെയ്തു. അതൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു. 2016 ആയപ്പം അദ്ദേഹത്തിന് കിഡ്നി ഫെയിലായിപ്പോയി, മൊത്തമായും ഫെയിലായിപ്പോയി. അങ്ങനെ എന്നെ ഒന്ന് ദുബായി കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ജോസ് പാസ്റ്ററും ഫാമിലിയും ദുബായിലുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ മരിച്ചു പോയാലോ, അവളെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചില്ലല്ലോ, 10-15 വർഷത്തിൽ പുറത്ത് ഞാൻ ഗൾഫ് രാജ്യത്ത് താമസിച്ചിട്ടെന്ന് പറഞ്ഞു എന്നെയും കൂട്ടി. അന്ന് ഞങ്ങൾ ഗൾഫിലേക്ക് പോകുമ്പം കേട്ടാൽ എല്ലാവരും ചിരിക്കും. 9 ക്രിയാറ്റിന്റെ ലെവല്. 9 നിൽക്കുന്ന സമയത്താണ് എന്നെയും കൂട്ടി ദുബായിക്ക് പോകുന്നത്. 1 മാസത്തെ വിസയ്ക്ക് പോയത്. പക്ഷേ 15 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ക്രിയാറ്റിൻ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ബ്രീത്തിങ് ട്രബിളൊക്കെ ആയി. ഞങ്ങൾ തിരിച്ചു വന്നു. വരുന്ന വഴി ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അങ്ങനെ
അന്ന് ഫസ്റ്റ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ചിവിടെ എത്തുമ്പം 11.2 ആയി ക്രിയാറ്റിന്റെ ലെവല്. ആ രീതിയിൽ പെട്ടെന്ന് കൂടിപ്പോയി, ഹീമോഗ്ലോബിൻ താന്നു പോയി. അന്ന് 2016 ജൂൺ 1-ാം തീയതി സംഭവിക്കുന്നത്. ഞാൻ ഇന്നും മറന്നു പോകത്തില്ല ദിവസം. കാരണം അന്ന് ഫസ്റ്റ് ഡയാലിസിസ് ചെന്ന ഉടനെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ പോലെ റെയിൽവേ ഹോസ്പിറ്റൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഒരു വിജയവാഡേനങ്ങാണ്ട് ഒരു ഡോക്ടർ ട്രാൻസ്ഫർ ആയി വന്നു. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്റേ എടുക്കാനും എല്ലാ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം എഴുതി. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേനും റിസൾട്ട് വന്നു. അവിടെ ഞങ്ങൾക്ക് ഒരു ആൻറ്റി ഉണ്ട്, ഒരു റെയിൽവേയിലൊരു ആൻറ്റി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൻറ്റി ആടെ വാർഡിലാണ് അച്ചാച്ചനെ ആക്കുന്നത്. ആ ആൻറ്റി ഓടി വന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 2:30 ഡയാലിസിസിന് കയറ്റി. 6 മണി 6:30 തീരുമെന്ന് പറഞ്ഞു. 4.5 മണിക്കൂർ എന്ന് പറഞ്ഞു. ഞാൻ 5:30 കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എത്തി നോക്കിയതാണ്. ഈ ഡയാലിസിസ് യൂണിറ്റിന്റെ വെളിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അച്ചാച്ചൻ കട്ടിലെ കിടന്ന് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഹീമോഗ്ലോബിന്റെ കുറവ് ഒരുപാട് കുറവായിരുന്നുകൊണ്ട് ബ്ലഡും കയറ്റിക്കൊണ്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കട്ടിലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുന്ന കണ്ട് ഞാൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് ചെന്നപ്പം അവിടെ 2 സിസ്റ്റേഴ്സേ ഉള്ളൂ. നോക്കത്തിന് അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് ആയതായിരുന്നു. കാർഡിയാക് അറസ്റ്റ് ആയി, കിഡ്നി രണ്ടും പൂർണ്ണമായും ഫെയിലായി. അതുവരെ കുറച്ചൊക്കെ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു, പൂർണ്ണമായും ഫെയിലായി. BP ഭയങ്കര ഹൈ ആയി പോയി. കണ്ണിന്റെ 2 കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ കർത്താവിന് പിന്നെയും പദ്ധതികൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടില്ല. അന്ന് രാത്രിയിൽ BP ഒരു ശകലം പോലും കൺട്രോൾ ആവുന്നില്ല. അന്ന് രാത്രി പെട്ടെന്ന് തന്നെ അവിടുന്ന് വീൽ ചെയറിലാക്കി ഞങ്ങൾ ICUയിൽ എത്തിച്ചു. അവിടെ കൊണ്ടുവന്ന് കിടത്തി. വേറെ ഹോസ്പിറ്റലിലേക്കൊന്നും അന്നേരം കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല, അത്രയ്ക്കും BP ഹൈ ആയിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി നമുക്ക് പ്രതീക്ഷയില്ല, നഷ്ടപ്പെട്ടു പോകും, നേരം വെളുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്ര സീരിയസ്നെസ് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. എന്നാൽ ഈ സിസ്റ്റർ ആൻറ്റിക്ക് അറിയാം, അവിടെയുള്ള നേഴ്സ് ആൻറ്റിക്ക് അറിയാം കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന്. അപ്പോൾ ആൻറ്റി എന്നെ വിളിച്ച് ICU അച്ചാച്ചൻ കിടക്കുമ്പോൾ എന്നെ നാട്ടിലായിരുന്ന കുഞ്ഞുങ്ങളെയും വിളിച്ച് വരുത്തി. അവരും ഉണ്ട്. അവരെ പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടാക്കി. എന്നെ ആൻറ്റി വിളിച്ച് ആൻറ്റിയുടെ വാർഡിൽ ഇരുത്തി. എന്നിട്ട് രാത്രി മൊത്തം ആൻറ്റി 10 മിനിറ്റ് ഫോൺ വിട്ടുണ്ടെങ്കിൽ എന്തായി നീ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ദൈവത്തിന്റെ കരുണയാൽ അന്നും മരണപ്പെട്ടില്ല. രാവിലെ എത്ര നോക്കിയിട്ടും ഡോക്ടേഴ്സിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു എനിക്കൊരു റെയിൽവേ ഒരു പേപ്പർ എഴുതി തന്നു, ഒരു എമർജൻസി പേപ്പർ എഴുതി തന്നിട്ട് പറഞ്ഞു സിസ്റ്റർ മാഡത്തിന് ഏത് ഹോസ്പിറ്റലിൽ വേണമോ അവിടേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുള്ളത് യശോദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഇവിടെ സെക്കൻഡറി ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ അവിടേക്ക് എഴുതിപ്പിച്ചു. അങ്ങനെ കൊണ്ടുവരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഹോസ്പിറ്റലിലുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, ആ സഹോദരി പറഞ്ഞു എൻ്റെ സ്വന്തം സഹോദരനെയാണ് ഇങ്ങനെ കിഡ്നി ഫെയിലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു. അതിൻ്റെ പേരിൽ സാധാരണ റെയിൽവേ എന്നൊരു റെഫറലൊക്കെ വരുമ്പോഴത്തേക്കിനും അവർ അതിനെയൊക്കെ കുറച്ചങ്ങ് മാറ്റി നിർത്തും. കാരണം പേയ്മെൻറ്റ് പിന്നെയല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ട് ലേറ്റ് ആവും. പക്ഷെ ഞാൻ അവിടുന്ന് ആംബുലൻസിൽ ആളെ കൊണ്ടുവരുമ്പം ഒരു VIP ട്രീറ്റ് ചെയ്യാൻ നിൽക്കുന്നത് പോലെ എല്ലാ ഫീൽഡിലും കാർഡിയാക്ക്, നെഫ്രോളജി, അങ്ങനെ എല്ലാ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ചെന്നത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ 5 ദിവസം കണ്ടിന്യൂ ആയി അടുപ്പിച്ച് ഡയാലിസിസ് ചെയ്തു. അങ്ങനെ 39 days ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോഴും കണ്ണിന് കാഴ്ചയില്ല. ഞാൻ പറയുന്നത് കേട്ടാണ് ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ സമയത്ത് മരിച്ചുപോയി എന്നാണ് പബ്ലിക്കായിട്ട് എല്ലാ ആൾക്കാരും അറിഞ്ഞത്. എല്ലാവരും എൻ്റെ അടുത്ത് ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ വന്നത്? എൻ്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല, എൻ്റെ അച്ഛൻ മരിക്കത്തില്ല, ഇപ്പം തിരിച്ചു വരും, പൂർണ്ണമായി ധൈര്യത്തെ വരുന്ന അന്ന് പറയാനുള്ളൊരു ധൈര്യം ആര് തന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ നിന്ന് ശുശ്രൂഷിച്ചു, സൗഖ്യമായി പുറത്തു വന്നു. പക്ഷെ 3 പ്രാവശ്യം വീക്കിലി 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണമായിരുന്നു. ഇറങ്ങി വന്ന പുറകെ തന്നെ കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടി പോയി ഒരു സർജറി ചെയ്തു. കണ്ണിൻ്റെ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ഒരു കണ്ണിന് നന്നായി കാഴ്ച കിട്ടി. ഒരു കണ്ണിന് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അത് ചെയ്തൊന്നുമില്ല. അങ്ങനെ വെച്ച് അതിൽ നിന്ന് ദൈവം എനിക്ക് വിളിപ്പിച്ച് തന്നപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം ഒത്തിരി വർദ്ധിച്ചു. കാരണം മരിച്ചു പോയി എന്ന് ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്താണ് അദ്ദേഹത്തിന് തിരിച്ച് ദൈവം എനിക്ക് തന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. 10 മാസം ഡയാലിസിസ് ചെയ്തു. ഈ 10 മാസം ഡയാലിസിസ് ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു 100 കണക്കിന് മീറ്റിംഗ് ചെയ്തെന്ന് എനിക്ക് തന്നെ ക്രൂസൈഡുകൾ. ഞാൻ ഓഫീസിൽ പോയാൽ അദ്ദേഹം എന്ത് ചെയ്യാന്ന്, ഞങ്ങൾക്കൊരു വണ്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകും. അദ്ദേഹം എന്ത് ചെയ്യും, മറ്റേ ഓമിനി വണ്ടിയിൽ മൈക്ക് സെറ്റെല്ലാം വെച്ച് കെട്ടി ഡയാലിസിസ് മോർണിംഗ് സെക്ഷൻ എടുത്തിട്ട് അങ്ങ് പോകും വില്ലേജിലേക്ക്. അന്ന് അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഇനി കുറെ 5, 6, 7, 8 പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയെന്നുള്ളൊരു
ടെൻഷൻ മനസ്സിലുണ്ട്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് ജോസ് പാസ്റ്ററോട് പറഞ്ഞു. അപ്പൊ ജോസ് പാസ്റ്ററിന് പ്രാർത്ഥനാ സംഘം എന്നുള്ള മിനിസ്ട്രി നടക്കുന്നുണ്ട്. പറഞ്ഞു, ജോസ് പാസ്റ്റർ എനിക്ക് തനിച്ച് ഈ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത്ര പാസ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഈ മിനിസ്ട്രി ഞങ്ങൾ അങ്ങോട്ട് മെർജ് ആവട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ 2017 ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങള് മിനിസ്ട്രി ആയിട്ട് 16 അവസാനം 17 കൂടി ഞങ്ങൾ IPF, അതായത് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പ് പ്രാർത്ഥനാ സംഘമായിട്ട് മെർജായി. പിന്നെ അതിന്റെ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എങ്കിലും ഈ പോകുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് കൂടാതെ ഞങ്ങളുടെ ഒരു യൗവനക്കാരെ, ഈ ഉള്ള പാസ്റ്റേഴ്സിന്റെ അടുത്തുള്ള പാസ്റ്റർമാരും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരും. ഏതെങ്കിലും ഒരു പാസ്റ്ററെ വിളിക്കും, ആ ഏരിയ പോയി ചുറ്റുവട്ടത്തെല്ലാം നടന്ന് സുവിശേഷം പറയും, വൈകുന്നേരം അവിടെ ഓപ്പൺ മീറ്റിംഗ് നടത്തും. ഇതെല്ലാം ഒത്തിരി നടത്തി. അവസാനം ഞങ്ങളെ ആ ഒരു 2016 ഡിസംബർ ആയപ്പോഴത്തേന് അച്ചാച്ചന്റെ കണ്ടീഷൻ വളരെ മോശമായിട്ട് വരികയാണ്. കാരണം ഡയാലിസിസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അന്ന് സ്ട്രഗിൾ ചെയ്തെന്നും പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ ആരുമില്ല എനിക്ക് ഹെൽപ്പിന്. എൻ്റെ മാതാപിതാക്കൾ ഇവിടെ അടുത്തുണ്ടെങ്കിൽ അവരാരും എൻ്റെ കൂടെ ഇല്ല. ഒരു ഏതെങ്കിലുമൊക്കെ കൊച്ചു പിള്ളേർ കുഞ്ഞുങ്ങൾക്ക് കൂട്ടിന് കൊണ്ട് നിർത്തുന്ന സെർവൻ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. ഒത്തിരി പാടുപെട്ടു. ഹോസ്പിറ്റലിൽ പോകണം, കൊച്ചുങ്ങളുടെ കാര്യം നോക്കണം, ഡ്യൂട്ടിക്ക് പോകണം. ഡയാലിസിസ് ആകുമ്പോൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കും, 2 മണിക്ക് അടുത്ത് എൻ്റെ കസിൻ്റെ വീട്ടിലാക്കും. ഓഫീസ് കഴിഞ്ഞ് 6 മണിക്ക് പോയി അവിടെ നിന്ന് കൂട്ടി വീട്ടിലെത്തുമ്പോൾ 8:30 രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങുന്നവർ രാത്രി 8:30 തിരിച്ച് വീട്ടിൽ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാം. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ. രാത്രിയിൽ ക്രൂസൈഡ് കഴിഞ്ഞ് ഞാൻ വരുന്നത് 4 മണിക്കൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 3:30-4 മണിക്ക് വന്നിട്ടാണ് രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെടും. ഞാൻ അച്ഛനോട് ചോദിച്ചു, നമ്മുടെ ശരീരസ്ഥിതി കർത്താവിന് അറിയാലോ, പിന്നെ എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് എനിക്കതിൻ്റെ ഒരു ഉത്തരം കർത്താവ് തന്നത്, ഒരു ക്രിസ്മസ് മീറ്റിങ്ങിന് ഒരു 10,000 പേര് കൂടുന്ന ഒരു മീറ്റിംഗ്, ഇവിടുത്തെ ഒരു മീറ്റിങ്ങിന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു മെസ്സേജ് കൊടുക്കാനായിട്ട്. അന്ന് ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പം അവിടുന്ന് ആ പാസ്റ്റർ കുറെ ആൾക്കാരെ വിളിച്ചു. ഇന്ന ദിവസങ്ങളിൽ സ്നാനപ്പെട്ടവർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അന്ന് എണീറ്റ് നിന്നൊരു 157 പേരും അങ്ങനെ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറെ പേരോട് വരാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എണീറ്റ് നിൽപ്പിച്ച് എന്തിനാ, ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. എന്തിനെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇത് ബിജു പാസ്റ്റർ ഈ നാളുകളിൽ വന്ന് ക്രൂസൈഡ് നടത്തിയ സമയത്ത് രക്ഷിക്കപ്പെട്ട് ഞങ്ങള് അവിടെ ഇരിക്കുമ്പോൾ അവര് പറയുന്ന അനൗൺസ് ചെയ്യുന്നത്, ഇത് ബിജു പാസ്റ്റർ അന്ന് വയ്യാതെ വരുന്ന സമയത്ത് വന്ന് ക്രൂസൈഡ് നടത്തി അവിടുന്ന് അന്ന് രക്ഷിക്കപ്പെട്ടവരാണ് ഈ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ സത്യം പറഞ്ഞാല് ആ സ്റ്റേജിൽ ഇരുന്ന് കരഞ്ഞുപോയി. കാരണം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അച്ചാച്ചനോട്, ഈ വയ്യാത്ത സമയത്ത് എന്തിനാണ് ഇത്രയും പാടുപെട്ട് പോകുന്നത് എന്ന് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് അതിന് എനിക്ക് തന്ന മറുപടിയായിരുന്നു അത്. അത്രയും പേര് ഒരുമിച്ച് സ്നാനപ്പെട്ടവരെ കാണാനിടയായി. അത്രയും കഷ്ടപ്പെട്ടെങ്കിലും അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ. അത് ഒരു ചർച്ചിലെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അതൊന്നും എല്ലായിടത്തും ഒന്നും എത്തിപ്പെടാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതിനുശേഷം 2016 അവസാനം ഡിസംബറൊക്കെ ആയപ്പോഴത്തേനും തീരെ വയ്യാതെയായി. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒത്തിരി ബുദ്ധിമുട്ടായി. അപ്പൊ ഞങ്ങള് അച്ചാച്ചന്റെ കിഡ്നി ഫെയിൽ ആയ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചതാ, ഒന്ന് ഡയാലിസിസ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചതാ. പക്ഷെ അന്ന് അച്ചാച്ചൻ പറഞ്ഞു, കൊച്ചുങ്ങളല്ലേ വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പ് ആയതാണ്, കിഡ്നി മാറ്റി വെച്ചാലോ എങ്ങനെയാണ്. അന്ന് സമ്മതിച്ചില്ല. പക്ഷെ അന്ന് പോയി ചെക്ക് ചെയ്തിട്ട് അച്ചാച്ചൻ സമ്മതിക്കാഞ്ഞിട്ട് ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ അന്ന് എന്റെ കിഡ്നിയിൽ മുഴുവൻ സ്റ്റോൺ ആയിരുന്നു. കിഡ്നി സ്റ്റോൺ കൊണ്ട് നിറഞ്ഞിരിക്കും, ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരുപാട്, ഈ 10 മാസം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ചാച്ചന്റെ കാലിൽ ഇങ്ങനെ പിടിച്ചിരുന്ന് രാത്രിയിൽ ഉറക്കത്തിലൊക്കെ എണീറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് ഇതിനൊരു ഇത്രയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ കരഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഒരു ദർശനം പോലെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ കിഡ്നി ശരിയായിട്ടുണ്ട്, നീ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ രാത്രിയിൽ അച്ചാച്ചനെ വിളിച്ചേപ്പിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ച എന്റെ കിഡ്നി ശരിയായിട്ടുണ്ട്, കിഡ്നിയിലെ കല്ലെല്ലാം പോയെന്നാ പറയുന്നത്. അപ്പൊ അച്ഛനോട് ചോദിക്കുന്ന 2 ആഴ്ച മുമ്പ് ഞാൻ ദിവസം 3 ഇഞ്ചക്ഷൻ എടുത്ത, 2 ആഴ്ച മുമ്പ് ആ ദർശനം കാണുന്ന 2 ആഴ്ച മുമ്പ് 3 ഇഞ്ചക്ഷൻ ഡെയിലി എടുത്ത പെയിൻ കാരണം. അപ്പൊ അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ് നീ 3 ഇഞ്ചക്ഷൻ വീതം എടുത്താ, നീ എന്നോട് പറയുന്നത് കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഓഫീസിൽ പോയപ്പോഴെല്ലാം പ്രാർത്ഥിച്ചോണ്ടേ, കർത്താവ് അങ്ങാണ് എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അച്ഛൻ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചോണ്ട് വരുന്നത് എന്താ, പകല് മുഴുവനും അതൊരു ചിന്തയായിരുന്നു എനിക്ക്. ആരോ എന്നോട് പറഞ്ഞതാ വ്യക്തമായി. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചാച്ച ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കർത്താവ് ഞാൻ ചെല്ലുമ്പം അച്ചാച്ചനോട് പറയുമ്പോ അച്ഛൻ തടസ്സം കൂടാതെ എന്നെ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുവാ. ഞാൻ വരുമ്പോ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് അച്ചാച്ചനുണ്ടായിരുന്നു. ഞാൻ വരുമ്പം ഗേറ്റിന്റെ വാതൊക്കെ ഇരിക്കും. വരുമ്പോ എനിക്കൊരു 2 ചായ വെച്ച് തന്ന് ഞങ്ങൾ തമ്മിൽ ഒരുങ്ങി കുറെ നേരം സംസാരിച്ചതിന് ശേഷമേ ഞാൻ റിഫ്രഷ് ആകുമ്പോഴത്തേനും പോയി ചായ വെച്ചോണ്ടിരും. അങ്ങനെ അതിനുശേഷം അച്ചാച്ചന്റെ കാര്യങ്ങൾക്കായി മാറത്തുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ചാച്ച കർത്താവിനോട് പിന്നെയും പറഞ്ഞു, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ മനുഷ്യരി പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഓഫീസിലേക്ക് പോകുകയല്ല ചെയ്ത് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി. ആ യശോദ ഹോസ്പിറ്റലിൽ തന്നെയുള്ള എൻ്റെ ഫ്രണ്ടുമായിട്ട് വിളിച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയി.
അവിടെ ചെന്ന് ഓരോരോ ടെസ്റ്റുകളും ചെയ്യാം. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അവസാനമാണ് സ്കാനിങ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്ന് നന്നായി നോക്കണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ അവർ ഒന്നും കൂടെ നോക്കിയിട്ട് ചോദിച്ചാൽ നീ ഡോക്ടറെ പരീക്ഷിക്കുകയാണോ എന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക, കഴിഞ്ഞ ആഴ്ചകളിൽ ഭയങ്കര അങ്ങനെ സ്കാനിങ് ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം അവരോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവർ ചെക്ക് ചെയ്തു. അങ്ങനെ അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഇത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് വീണ്ടും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇറ്റ് ഇസ് കുഴപ്പമൊന്നുമില്ല, ഇറ്റ് ഇസ് നത്തിങ് ഇസ് ദർ, ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തോടെ അതിന്റെ റിപ്പോർട്ട് വാങ്ങി ഡോക്ടറെ എടുത്ത് ചെന്നു. പിന്നെ ഭയങ്കര സ്പീഡിൽ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്നൊക്കെ ഒരുപാട് സൈനും കാര്യങ്ങളൊക്കെ വേണം അതെല്ലാം ചെയ്തു. 2017 മാർച്ച് 22 എന്റെ ഒരു കിഡ്നി എടുത്ത് അച്ചാച്ചന് കൊടുത്തു. അങ്ങനെ ഡയാലിസിസിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടി. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അദ്ദേഹം ആ ഡോക്ടർ തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടില്ല എന്ന്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്റെ കിഡ്നി മുറിച്ച് പകുതി എടുത്തപ്പോഴാണ് അച്ചാച്ചന് BP ഷൂട്ടപ്പായി സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് സർജൻ പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അത് പറഞ്ഞ പറ്റത്തില്ല, ഇവര് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാ, ഇത് ദൈവത്തിന്റെ ഒരു തീരുമാനത്തിലാണ് ഇവരിത് വന്നത്, എനിക്കും പോസിബിലിറ്റി ഒന്നും ഉണ്ടായിട്ടല്ല ഇത് ചെയ്യാൻ പറഞ്ഞത്, പക്ഷെ അവരുടെ വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്നതുകൊണ്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താണെങ്കിലും സർജറി നടന്നു, വളരെ സക്സസ്ഫുൾ ആയി. അന്ന് രാത്രി തന്നെ 20 ലിറ്റർ യൂറിൻ ഔട്ട്പുട്ട്. എനിക്ക് വിശ്വസിക്കാൻ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞ നോർമലി 12-13 ഇങ്ങനെയൊക്കെയാണ്, 20 ലിറ്റർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവര് സലൈൻ കൊടുത്തോണ്ടിരിക്കും, യൂറിൻ ഔട്ട്പുട്ട് വന്നോണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് അത് നടന്നു. പിന്നെ ഒരു 4 വർഷം അച്ഛൻ ജീവിച്ചിരുന്ന ആ 4 വർഷം, ഒരു 40 വർഷം ഒരാള് ചെയ്ത് തീർക്കേണ്ട ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. ആ ശുശ്രൂഷകളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രത്തോളം വിശാലമായിട്ട്. ഞാൻ ചെല്ലുന്ന അന്നത്തേനും കുറച്ചൊക്കെ തെലുഗൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. ഈവൻ തെലുഗു പറഞ്ഞറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആംഗ്യ ഭാഷയിലൂടെ ആണെങ്കിലും ഒരു വ്യക്തിയെ സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി അവരെ യേശുവിലേക്ക് നയിക്കാൻ സ്വർഗത്തിലെ ദൈവം അച്ചാച്ചനിലൂടെ ഇടയാക്കി. അത് മാത്രമല്ല അനേക രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കർത്താവ് അച്ചാച്ചനിലൂടെ ചെയ്യിപ്പിച്ചു. അതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വെണീറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആരാധിക്കേണ്ട സാഹചര്യമേ ഉള്ളൂ. ബന്ധനത്തിൽ കിടക്കുന്നവര് വിടുവിക്കപ്പെടുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു വിശാലമായ ഒരു മിനിസ്ട്രി തന്നെ അദ്ദേഹം 4 വർഷം കൊണ്ട് ചെയ്തു. ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഒറീസ, തെലങ്കാന ഈ 4 സ്റ്റേറ്റില് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മളോട് ചേർന്നപ്പം 20 ദേവദാസന്മാരായി. പിന്നെയും ഒരു നിമിഷം പോലും അദ്ദേഹം വേസ്റ്റ് ചെയ്യത്തില്ല. ഈ സർജറി കഴിഞ്ഞ് 6 മാസം ഞങ്ങളോട് ഈ മാസ്ക് ഒക്കെ വെച്ച് അന്ന് ഇങ്ങനെ ഒരേ ഇരിപ്പായിരുന്നു ഒരു റൂമിൽ, ഞങ്ങൾ 2 പേരും കൂടെ. ഇതിപ്പോ ഞാൻ ഇരിക്കുന്ന ഈ റൂമിൽ തന്നെ ഞങ്ങൾ 2 പേരും കൂടെ 6 മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ 6 മാസം തികഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അദ്ദേഹം കർത്താന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു നിമിഷം വേസ്റ്റ് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താന്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, ഓടി, ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചു. ഒരു മനുഷ്യനും ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ വരെ എങ്ങനെയാണ് ചെന്നെത്തിയതെന്നും എനിക്കറിയത്തില്ല. ഒറീസയുടെ ആ ഏരിയ, അതായത് വിശാഖപട്ടണത്തു നിന്നൊക്കെ ഒറീസയുടെ ആ ഏരിയയിലേക്കൊക്കെ പോകുന്നത് ഭയങ്കര കുന്നും മലകളുമാണ്, വാഹനങ്ങൾ പോലും ചെല്ലത്തില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ അവിടെ പോകുന്നത്, അവിടെ ഒരു തരം ജീപ്പ് മാത്രമേ കയറത്തുള്ളൂ, കമാൻഡർ ജീപ്പ് എന്ന് പറയും. അതിന് ഫ്രണ്ട് ഗിയർ ഇട്ട് കയറുന്ന അത് മാത്രമേ അവിടെ കയറത്തുള്ളൂ. അത് പകുതി വഴി ചെല്ലുമ്പോൾ അതിനെ കെട്ടി വലിച്ചു കയറ്റണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷം പറയാനും അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനൊക്കെ ദൈവം അച്ചാച്ചനെ സഹായിച്ചു. അതിനുശേഷം അച്ചാച്ചൻ 2020 ആ കോവിഡിന്റെ ആ ഒരു 6 മാസം അത് മാത്രമേ ഒരു വീട്ടിലിരുന്നുള്ളൂ. ആ വീട്ടിലിരുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ 2 നേഴ്സ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരോട് സുവിശേഷം പറഞ്ഞ ആ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടായി ഭവനത്തിൽ നിന്ന് മടങ്ങുന്നത്. അപ്പൊ അങ്ങനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 2021 ഒരു സുവിശേഷയിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് പോയതാണ്. മിഷൻ ട്രിപ്പ് പോയത് ആന്ധ്ര, ഒറീസ, ഛത്തീസ്ഗഡ് മടങ്ങി വരാനാണ്. ഛത്തീസ്ഗഡ് പോയി വരാൻ 12 ദിവസത്തെ യാത്രയായിരുന്നു. മോസ്റ്റ്ലി 99% ഞാനും കൂടെ യാത്ര ചെയ്യും. ആ യാത്രക്ക് ഞാൻ പോയില്ല, എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല, ഞാൻ പോയില്ല. അപ്പം പോരാത്തതിന് കോവിഡിന്റെ ഈ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ആയത് കാരണം കൊണ്ട് ലീവ് തരത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അത് മാത്രമല്ല ആ യാത്രയ്ക്ക് മുൻപ് എന്നോട് കർത്താവ് ഒരു വലിയ ദർശനം പോലെ 1 അല്ല 2 വട്ടം എന്നോട് സംസാരിച്ചു, ഈ യാത്ര വലിയൊരു ആപത്തിലേക്കാ പോകുന്നതെന്ന്. ഞാൻ കൂടെ പോകുന്ന ഞങ്ങളുടെ ചർച്ചിലെ വേറൊരു ദേവദാസനുണ്ട്. ആ ദേവദാസനോട് അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഒക്കെ ചെന്ന് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പറയണം,
ഒന്ന് അച്ചാച്ചനോട് പറയണം, ഈ യാത്ര വലിയ ലാഭത്തിലേക്കാന്ന് പോകുന്നത്, 2 വട്ടം എന്നെ ദേവാത്മാ കാണിച്ചു, യാത്ര പോകരുത്, ഇത് ക്യാൻസൽ ചെയ്യും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറയാം. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പം അച്ചാച്ചൻ എന്നോട് പറഞ്ഞ, ഇതെന്റെ അവസാനത്തെ യാത്ര, ഇനി എനിക്ക് യാത്രയില്ല, ഇനി ഞാൻ വീട്ടിലിരുന്നോണ്ട് ഫോണിലൂടെ കാര്യങ്ങൾ ക്രമീകരിച്ചോളാന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചുള്ള നല്ല ബോധ്യം ഉള്ളിലുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അനേക കാര്യങ്ങൾ പറഞ്ഞത് പിന്നീട് മരണശേഷം ഞാനത് കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം പെട്ടെന്ന് ഓടിത്തീർക്കാൻ, ഒരു ഭയങ്കര വെപ്രാളമായിരുന്നു എല്ലാം ചെയ്ത് തീർക്കാനുള്ള. അങ്ങനെ ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ 12 ദിവസത്തെ യാത്രയ്ക്ക് വിഷൻ ട്രിപ്പിന് ഒരു 12 ഏപ്രിൽ 12 ഇവിടുന്ന് പോകുന്നു. പോയി ഒറീസ ബോർഡറിലുള്ള അവിടെ പോയി വിസിറ്റ് ചെയ്തു. അവിടെ കുറെ പുതിയ ദേവദാസന്മാരെയും പുതിയ പ്രവർത്തനങ്ങളെയും എല്ലാം കണ്ട്, അതും കണ്ട് അവർ മടങ്ങി വരുന്ന സമയത്തേക്ക് പനിയായി, ഭയങ്കര പനിയായി. ഒരു കാലിൽ ഒരു ചെറിയൊരു മുറിവുണ്ടായിരുന്നു, അതങ്ങ് നീര് വെച്ച് പഴുത്തു. വണ്ടി ഓടിച്ച് ഇവിടുന്ന് അത്രയും ദൂരം വണ്ടി ഓടിച്ചാ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോഴും അച്ചാച്ചൻ ഇരുന്നിറങ്ങും, ഞാൻ വണ്ടി ഓടിക്കാതെ, അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് മുഴുവൻ ദൂരങ്ങളും. കാരണം അവിടേക്കൊന്നും ട്രെയിനോ ബസ്സോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല, നമ്മുടെ സ്വന്തം വണ്ടിക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര കൂടുതലായി. അപ്പൊ ഛത്തീസ്ഗഡിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്യിപ്പിച്ച് അവര് ഇവിടെ തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഇവിടെ തിരിച്ചു വരാൻ 18-ാം തീയതി രാത്രിയിൽ ഇവിടെ തിരിച്ചെത്തുമ്പം ഞാൻ ഫസ്റ്റ് സൈഡിൽ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോള് ചെന്ന് ഓടിച്ചെന്ന് 10 ദിവസം കാണാതിരുന്നോണ്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് കൂടെ കൊണ്ടുവരുന്നു. എനിക്ക് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ എന്നോട് ആരോ പറഞ്ഞു, ചാച്ചന് കോവിഡ് ആയിട്ടാ വരുന്നതെന്ന്. പക്ഷെ അവർക്ക് കോവിഡ് ആണെന്ന് അറിയത്തില്ല, നല്ല പനിയുണ്ട്, കണ്ണൊക്കെ അങ്ങനെ ഒരു വല്ലാത്ത, എനിക്ക് പെട്ടെന്ന് എന്നോട് അങ്ങനെ. പക്ഷെ ഞാനത് വായെടുത്ത് സംസാരിച്ചില്ല. നമ്മുടെ കർത്താവേ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. അത് കഴിഞ്ഞ് കയറി വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കിടന്നപ്പോഴും എന്നോട് പറയുന്നത് തീരെ വയ്യാതെയാ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. തിരിച്ചു വന്നിട്ട് കണ്ണിനൊരു സർജറി വേണമെന്ന് പറഞ്ഞ എല്ലാ പേപ്പറും ശരിയാക്കി വെച്ചിട്ടായിരുന്നു ആ യാത്രയ്ക്ക് പോയത്. അപ്പൊ വന്നിട്ട് എന്നോട് കിടന്ന സമയത്ത് എന്നോട് പറഞ്ഞ, പോയ സ്ഥലങ്ങളിലെ ആ ശുശ്രൂഷയുടെ കാര്യങ്ങൾ ഒന്നൊന്നായി എന്നോട് ഇങ്ങനെ പറയുക. അതൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ പറഞ്ഞു, ഒത്തിരി ക്ഷീണമുണ്ടല്ലോ അച്ഛാ, കിടന്നുറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയി, ഇത്ര രോഗത്തോടെ വന്നതിന്റെ ഒരു ദേഷ്യം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അന്യെങ്കിലും ഒന്നും മിണ്ടാതെ കിടക്കും, മിനിസ്ട്രി ഇത് മാത്രം മതി, ഭാര്യ 2 പിള്ളേരുണ്ടെന്നുള്ള കാര്യം ഓർക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കിടന്നുറങ്ങാൻ പറഞ്ഞു. കിടന്നുറങ്ങി രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അപ്പോളോ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ കണ്ണിന് സർജറി. അവിടെ ചെന്നപ്പം പറ്റത്തില്ല, കാരണം കോവിഡ് ടെസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. റെയിൽവേ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുന്ന് അപ്പൊ പറഞ്ഞു, അത് പനി വന്നതിന്റെ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയാന്നൊക്കെ പറഞ്ഞ് അവര് തിരിച്ചു വിട്ടു. അന്നും എനിക്കറിയാം കോവിഡ് ആണെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് പനിയുടെ മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു, അത് മുറിച്ച് ആ പഴുത്തിരുന്ന എല്ലാവരും കീറി അത് എന്താ ഡ്രസ്സ് ചെയ്ത് വിട്ടു. പിറ്റേന്ന് ഡ്രസ്സ് ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പൊ മോൾ ഇതെല്ലാം അഴിച്ച് പണിത് അവളാണ് കെട്ടിവിട്ടതൊക്കെ. അവക്കും 2 ദിവസമായി, അച്ഛനെ 2 ദിവസമായപ്പോഴത്തേനും അവക്കും പനിയായി. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയിട്ട് വരുമ്പോഴത്തേക്കിനും അവിടുന്ന് അന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അപ്പൊ റെയിൽവേയുടെ ഡോക്ടർ പറഞ്ഞു, ഈ മനുഷ്യന് ഇനി ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാൻ പറയത്തില്ല, ഇദ്ദേഹത്തിന് ഇത് സർവൈവ് ചെയ്യാനും പറ്റത്തില്ല, ഡയബറ്റിക് ഉണ്ട്, ഹാർട്ട് പേഷ്യന്റ് ആണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റർ ആണ്, ഇത് സർവൈവ് ചെയ്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഫാമിലിയോട് പറയണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആന്റി, ആ സിസ്റ്റർ ആൻഡ് നേഴ്സ് ആന്റി ഉണ്ട് റെയിൽവേയിൽ. അപ്പൊ ആന്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആന്റി എന്നോട് പറഞ്ഞില്ല. ഞാനിവിടെ കൊണ്ടുവന്നു. ഇവിടെ 5 ദിവസം അന്ന് വേറൊരു ഹോസ്പിറ്റലുകൾ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾ നോക്കിയിട്ട് ഒരു ഹോസ്പിറ്റലും ബെഡും ഇല്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റേന്നായപ്പോഴത്തേക്കിനും ചൊവ്വാഴ്ച രാത്രി, അന്നത്തെ ഞായറാഴ്ച രാത്രി വന്ന് തിങ്കളും പോയി, ചൊവ്വാഴ്ച രാത്രി ആയപ്പോഴത്തേക്കിനും ബ്രീത്തിങ്ങിന് ഇച്ചിരി പ്രോബ്ലം ആയി തുടങ്ങി. അപ്പൊ തന്നെ പെട്ടെന്ന് വിളിപ്പിച്ചു, ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് ഇവിടെ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിട്ടൊന്ന് നീണ്ട ബുധനാഴ്ച രാത്രി ആയപ്പോഴത്തേക്കിനും ഭയങ്കര കൂടുതലായി. നമ്മുടെ ഓക്സിജൻ സപ്പോർട്ടിലൊന്നും നിൽക്കാതെ ഇടയ്ക്കൊന്ന് വീണുപോയി. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ എങ്ങനെയാണ് കൂടെ എന്റെ തോളത്ത് എടുത്തുകൊണ്ടതാണ് അന്ന് വാഷ്റൂമിൽ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷിച്ചു. വ്യാഴാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കിനും 22-ാം തീയതി ആയി. അന്ന് 22-ാം തീയതി രാവിലെ ആയപ്പോഴത്തേന് ഇനി സിലിണ്ടർ കിട്ടാനില്ല, ഓക്സിജൻ സിലിണ്ടർ കിട്ടാനില്ല, ഒരു ഹോസ്പിറ്റലും ഇല്ല. അങ്ങനെ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ കിട്ടി. അവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അവർ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കൂല, ജസ്റ്റ് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാന്ന്. അങ്ങനെ അവിടെ കൊണ്ട് അത് ചെയ്തു. എന്നെ വെന്റിലേറ്ററിലാക്കി. പെട്ടെന്ന് തന്നെ ഓക്സിജൻ അന്നേരം ലെവലൊക്കെ നോക്കുമ്പോൾ 97 ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അന്നേരം നല്ല ആക്റ്റീവായിട്ട് വർത്താനം പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. 7 മണിയായപ്പോൾ അപ്പോളോയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡ് കിട്ടി. ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ചാച്ചനെ ഞങ്ങൾ കൊണ്ടുപോരാനായിട്ട് അവിടെ ഇറങ്ങുമ്പം ഞങ്ങൾ ആദ്യം ഓക്സിജൻ സപ്പോർട്ട് മാത്രം കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം വെളിയിൽ ഈ ഒമിനിയയില് ഓട്ടോയിലും ഒക്കെ വന്ന് ഓക്സിജൻ സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന ഒരു ബെഡ് കിട്ടാതെ ഇരുന്ന് അവിടെ തന്നെ ഇങ്ങനെ മരിച്ചിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്. അത് കണ്ട് എല്ലാ ടെൻഷനും കൂടെ വഹിച്ചുകൊണ്ടാണ് ഞാൻ അച്ചാച്ചനെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോളോയിൽ കൊണ്ടുപോയി. അവിടെ
ചെന്ന് എമർജൻസിയിൽ ഒരു 4-4.5 മണിക്കൂർ ഞാൻ കൂടത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അച്ചാച്ചനോട് പ്രാർത്ഥിച്ച് അച്ചാച്ചന് 2 ഉമ്മയെല്ലാം കൊടുത്ത ഞാൻ ICUലേക്ക് പറഞ്ഞു വിടുന്നത്. ICU ചെന്നെങ്കിലും ഡെയിലി എന്നെ ഫോൺ വിളിക്കും, ഡോക്ടർ വിളിക്കും, ഇങ്ങനെ വിളിക്കും, ഞങ്ങളോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അന്ന് 20 പാസ്റ്റേഴ്സും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറയുന്നത് ഈ 20 പാസ്റ്റേഴ്സിന്റെ സപ്പോർട്ടിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് പാസ്റ്റേഴ്സിന്റെ ആരുടെ പേരാണെന്നുള്ള പാസ്റ്റേഴ്സിന്റെ ലിസ്റ്റ്, അക്കൗണ്ട് നമ്പർ എല്ലാം എഴുതി ഒരു ഡയറി ഉണ്ട്. ഡയറിയുടെ കളർ അടക്കം എന്നോട് പറഞ്ഞു ഇന്ന ഡയറിയിൽ ഇന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, എന്റെ അക്കൗണ്ട് നിനക്ക് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ നിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്ത്, ചിലർ സപ്പോർട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്, ആ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്റെ നമ്പർ കൊടുത്ത് മേടിക്കണം, 4-ാം തീയതി അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. അച്ചാച്ചൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു, ഞാനിവിടെ അച്ചാച്ചൻ വന്നതിന് ശേഷം, അതായത് 2011 ഈ ഹൈദരാബാദിൽ വന്നതിന് ശേഷം, അന്നാണ് ATM കാർഡൊക്കെ തുടങ്ങുന്നത്, അന്ന് ഞാൻ എന്റെ സാലറി അക്കൗണ്ട് ഹാൻഡ് ഓവർ ചെയ്തതാണ്. പിന്നെ അതിനകത്ത് എത്ര രൂപ സാലറി വന്നിട്ടുണ്ടെന്നോ ആ പൈസ എങ്ങനെ യൂസ് ചെയ്തെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ATM ഇട്ട് പൈസ എടുക്കാൻ അച്ചാച്ചൻ മരിക്കുമ്പോൾ എനിക്കറിയത്തില്ല. ആ രീതിയിൽ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കാം. അപ്പൊ എന്നോട് പറയുന്നത് സാലറി കിട്ടുന്ന ഉടനെ തന്നെ പുള്ളി എന്തായിരുന്നു, ഈ പാസ്റ്റേഴ്സിന്റെ എല്ലാം സപ്പോർട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. 4-ാം തീയതി ഒരു ദിവസം കൊണ്ട് പാസ്റ്റേഴ്സിന് സപ്പോർട്ട് എത്തിയിരിക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹം കൊടുക്കുന്നത്. മിനിമം 3000 രൂപ വെച്ച് അദ്ദേഹം അയച്ചു കൊടുക്കായിരുന്നു ഓരോ പാസ്റ്റേഴ്സിനും. അത് കഴിഞ്ഞിട്ട് 20 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്നോട് വിളിച്ചു പറയുന്നതാണ്, പാസ്റ്റേഴ്സിന്റെ സപ്പോർട്ടും മുടങ്ങരുത്. എന്റെ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും എന്നോട് പറഞ്ഞില്ല. പാസ്റ്റേഴ്സിന്റെ സപ്പോർട്ട് മുടങ്ങരുത്, അവരുടെ പിള്ളേർ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഇത് മാത്രമേ ഈ വിളിക്കുമ്പോൾ എന്നോട് സംസാരിക്കാനുള്ളൂ. അപ്പോഴും ഞാൻ പറയുന്ന അച്ഛാ ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്ക് അവരൊന്നും കാണണ്ടേ. അപ്പൊ ലാസ്റ്റ് ദിവസമായപ്പം, മരിക്കുന്നതിന്റെ തലേ ദിവസം 12, അന്ന് വരെ എന്നോട് ഓക്കെയാണ്, എല്ലാം പറഞ്ഞ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ ഡോക്ടേഴ്സ് ഒക്കെ വിളിച്ച് കൺവിൻസ് ചെയ്യുന്നുണ്ട്, അവരെനിക്ക് കൗൺസിലിംഗ് തരുന്നുണ്ട്. കാരണം ആള് തിരിച്ചു വരത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ. കാരണം അച്ചാച്ചൻ കണ്ടോണ്ടിരിക്കണം, ഓരോ ബെഡിലും കിടക്കുന്നവർ മരിച്ചു മാറുകയോ ചെയ്യുന്നത്, അല്ലാതെ ആരും സൗഖ്യമായിട്ട് അവിടുന്ന് മാറുന്നില്ല. അപ്പൊ അച്ചാച്ചൻ ഇത് കണ്ടോണ്ടിരിക്കുക. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു ചേഞ്ചും ഇല്ല. അതായത് ഇവിടുന്ന് ബുധനാഴ്ച രാത്രി പകല് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ആത്മീയ പിതാവ്, ഒരു പാസ്റ്റങ്ങളുണ്ട്, ആങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു, മോളൊന്ന് പാസ്റ്ററിന്റെ അടുത്ത് ചെല്ല്, ഒന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് 3 പേർ കൂടെ. ആ 3 ദിവസം വരെ, ബുധനാഴ്ച രാവിലെ വരെ അച്ചാച്ചന്റെ മനസ്സിൽ ഒരു ചെറിയ ചിന്തയുണ്ടായിരുന്നു, ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല, മിനിസ്റ്റർ ചെയ്തു, 4-4.5 ലക്ഷം രൂപ കടമുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിനായിട്ട് ഒന്നും കരുതിയിട്ടില്ല എന്നൊക്കെ എന്തോ ഒരു മാനസികമായ പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാസ്റ്റങ്ങൾ വിളിച്ച് ഞങ്ങൾ 3 പേരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര ആശ്വാസം. ഞാൻ തന്നെ അച്ചാച്ചന്റെ മുഖത്തൊരു ഭയങ്കര പ്രകാശം കാണുന്നുണ്ട്. പിന്നെ യാതൊരു ചിന്തയില്ല മറ്റു കുടുംബത്തെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ, പുള്ളി അങ്ങ് തയ്യാറായി പോവാനുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ആ തലേദിവസം രാത്രി എന്നോട് വിളിക്കുമ്പോൾ പാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിന്റെ എനിക്ക് നിന്നെ ഒന്ന് പിള്ളേരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അവന് പിള്ളേർ എന്റെ അടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ എമർജൻസിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തെന്ന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പപ്പേനെയും സഹോദരങ്ങളെയും എല്ലാവരെയും വീഡിയോ കോൾ വിളിച്ച് കാണിച്ചായിരുന്നു. എന്നോട് പറഞ്ഞു ഇവരെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ അവസാനത്തെ ദിവസം എന്നോട് പറഞ്ഞു മക്കളെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാന്ന്. മാസ്ക് ഒന്ന് താഴ്ത്തി കാണിക്കാൻ പറഞ്ഞു. എന്റെ മാസ്ക് താഴ്ത്തി കാണിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ കാണിച്ചു, ബായി എന്ന് പറഞ്ഞ പോലെ എന്നോട് ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഓക്കെ ആന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സംസാരിച്ചതാ. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ആള് കൊളാപ്സ് ആയി പോയി. പിറ്റേന്ന് വെളുപ്പിന് അദ്ദേഹം കാർഡിയാക് അറസ്റ്റ് ആയെന്ന് പറഞ്ഞ 5 മണിക്ക് അവരെന്നെ വിളിക്കുന്നു. പക്ഷെ അദ്ദേഹം 5 മണിക്ക് മരിച്ചു എന്ന് പറഞ്ഞാലും രാത്രി 1:30, 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ ഇവിടെ ഭയങ്കര പരവേശത്തിലായി പോയി. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അന്ന് ഇവിടെ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒക്കെ ഇരിപ്പുണ്ട്. ഞാനെടുത്ത് അതിന് ഓക്സിജൻ വെച്ച് നോക്കുന്നു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പരവേശം. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, അച്ചാച്ചൻ ഈ രോഗിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നിങ്ങനെ എന്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടുകൾ കടന്ന് വന്ന ആളല്ലേ, അപ്പൊ മരിക്കത്തില്ല, അവര് കാർഡിയാക് അറസ്റ്റായി എന്ന് വിളിച്ച് പറയുമ്പോഴും ഈ തലേദിവസം 4:30 മണിക്കോ 5 മണിക്കോ അങ്ങനെ കൊളാപ്സ് ആയി മൊത്തം ഇൻറ്റുബേറ്റ് ചെയ്തു. വെന്റിലേറ്ററിലേക്ക് പൂർണ്ണമായി വെന്റിലേറ്ററിലേക്ക് ആക്കി കോൺഷ്യസ് ആവാതിരിക്കാനുള്ള മെഡിസിൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അത് കണ്ടപ്പോ തന്നെ കാര്യങ്ങൾ പോയി എന്നുള്ളത് ഒരു മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നു ഞാൻ. ഇല്ല അച്ഛൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ 5:30 ആയപ്പോ ഒരു കാർഡിയാക് അറസ്റ്റ് ആയെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. 6 മണിക്ക് അവര് മരണം ഡിക്ലെയർ ചെയ്തു. അങ്ങനെ അച്ചാച്ചന് ഈ ലോകത്തിലേക്കാട്ടിലും പ്രിയം കർത്താവിന്റെ രാജ്യത്തിൽ എത്തുക എന്നുള്ളതായിരുന്നു. ജീവിച്ചിരിക്കുന്ന അവസാനത്തെ പ്രസംഗം പോലും അതായിരുന്നു. ഇന്ന് നമ്മൾ കോവിഡ് വന്ന് മരിച്ചാലും കർത്താവിന്റെ രാജ്യത്തിൽ കാണണം. നമ്മൾ ക്രിസ്ത്യാനി എന്ന പേര് പറഞ്ഞ് ജീവിക്കുകയല്ല, സ്നാനപ്പെട്ടിട്ട് ആ പേരിൽ ജീവിക്കുന്നതല്ല, നമ്മളെ രാജ്യത്തിൽ കാണണം എന്നുള്ളതായിരുന്നു
അച്ചാച്ചന്റെ ഏറ്റവും വലിയൊരു പ്രത്യാശയും ഒരു പ്രസംഗവും എല്ലാ ആൾക്കാരെയും ബോധിപ്പിക്കാനുള്ളത് അത് മാത്രമായിരുന്നു. അന്ന് അതിനുശേഷം ഒരു 3 മാസത്തോളം ഞാൻ ശരിക്കും ടോട്ടലി ഡിപ്രഷനിലായിപ്പോയി. എന്ത് ചെയ്യണം, ആരുമില്ല, ചോദിക്കുന്നവർ ഒരാൾക്ക് ഈ വീട്ടിൽ വരാൻ പറ്റുന്നില്ല. 2 മാസത്തോളം ഞങ്ങൾ ക്വാറന്റൈൻ പറഞ്ഞ് വീട്ടിലിരിക്കുന്നു, ഒരാൾക്ക് വരാൻ പറ്റുന്നില്ല. വിളിക്കുന്നവര് സഹോദരങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും ചോദിക്കുന്നത്, നിനക്ക് തടഞ്ഞുകൂടായിരുന്നു, എന്തിനാ വിട്ടത്, അദ്ദേഹത്തിന് വയ്യാന്നുള്ള അറിയത്തില്ലായിരുന്നു, നീയാണ് കാരണക്കാരി, കൊണ്ട് കൊന്നില്ലേ എന്ന് പോലും ചോദിച്ച ആൾക്കാരുണ്ട് എന്നോട്. പറഞ്ഞു വിട്ട് കൊന്നില്ല എന്ന് പോലും എന്നോട് ചോദിച്ചവരുണ്ട്. ആ രീതിയിൽ മാനസികമായി ഒത്തിരി തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്നും അറിയത്തില്ല, ഈവൻ ഒരു ATM ന്ന് പൈസ എടുക്കാൻ അറിയത്തില്ല, ഒന്നും. വിത്തൗട്ട് അച്ചാച്ചൻ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നൊരു ചിന്ത എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇരുന്ന് ഞാൻ ഒരു വല്ലാത്ത ഡിപ്രഷനിൽ ഇവിടെ കിടന്ന് ഒരു ദിവസം കരഞ്ഞു വിളിച്ച് ഞാൻ എന്നാ പിന്നെ കുഞ്ഞുങ്ങളെയും കൂട്ടി അങ്ങ് മരിച്ചു കളയാന്ന് പോലും ചിന്തിച്ചു പോയി. അങ്ങനെയൊന്നും പാടില്ല, പക്ഷെ അത് തെറ്റായിരുന്നു പിന്നെ മനസ്സിലായി. പക്ഷെ അന്ന് ആ സമയത്ത് കർത്താവ് എന്നോട് ഇടപെട്ട് ശക്തമായി. ഞാൻ ജോസ് പാസ്റ്ററിനെ വിളിച്ചു, ഒരു മെസ്സേജ് ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് കരയുന്നത്, ഇനി ഞാൻ മുമ്പോട്ട് ജീവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ജോസ് പാസ്റ്റർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അവരൊന്ന് നാട്ടിലുണ്ട്. എന്റെ നമ്പറിലും മോന്റെ നമ്പറിലെല്ലാം മാറിയും തിരിഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കുന്നത്. മോൻ വന്ന് നോക്കുമ്പോൾ ഞാൻ ഇവിടെ വിരിച്ചിട്ട് ഇവിടെ കിടന്ന് അങ്ങ് നിലവിളിച്ച് കരയുക. അങ്ങനെ കരഞ്ഞിരുന്ന സമയത്ത് കർത്താവിനോട് സംസാരിച്ചു, ഉറപ്പും ധൈര്യമുള്ളവളായിരിക്കുക, മോശയോട് കൂടെ ഇരുന്ന ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവയോട് കൂടെ ഇരിക്കുന്ന ആ വചനം എന്നോട് കർത്താവ് പറയുവാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പുറപ്പെടുക, ഉറപ്പും ധൈര്യവും ഉള്ളവളായിരിക്കും. ഇങ്ങനെ എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. പിന്നെയും അതെന്നോട് ഇങ്ങനെ കാതിൽ മുഴങ്ങി കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടു. അപ്പൊ ഞാൻ ധൈര്യത്തോടെ ചാടി എണീറ്റു. എടുത്ത തീരുമാനം അത് എത്രമാത്രം വലിയ തെറ്റാണെന്നുള്ള ചിന്ത എന്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ഞാൻ എണീറ്റു. പെട്ടെന്ന് തന്നെ ജോസ് പാസ്റ്റർ വിളിച്ച ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നമ്മൾ ആ മിനിസ്ട്രി അച്ചാച്ചൻ വെച്ചിട്ട് പോയ മിനിസ്ട്രി പുനഃസ്ഥാപിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ജൂലൈ ആയപ്പോഴത്തേക്കിനും അവര് കടന്നു വന്നു. ആ ഒരു കോവിഡിന്റെ ഇച്ചിരി ഒരു ഇതൊന്ന് കുറഞ്ഞപ്പോഴത്തേനും ജൂലൈ എൻഡിങ്ങോടുകൂടി അവർ കടന്നു വന്നു. അങ്ങനെ നമ്മുടെ പാസ്റ്റേഴ്സിനെ എല്ലാരെയും വിളിച്ചു. അപ്പൊ എന്നെക്കാട്ടിലും സങ്കടം പാസ്റ്റേഴ്സിന്. വിജു പാസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള ഒരു ഇത്. അപ്പൊ ഞങ്ങൾ പാസ്റ്റേഴ്സിനെ എല്ലാം കൂടി വിളിച്ചു, അവിടെ മീറ്റിംഗ് വെച്ചു. ഇവരെല്ലാവരും പറഞ്ഞു, വിജു പാസ്റ്ററിന്റെ ആഗ്രഹം 2025 100 പാസ്റ്റർമാരെ കർത്താവിന്റെ വേലയ്ക്ക് അയക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു മിഷന് വേണ്ടി ഞങ്ങളും കൂടെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മിനിസ്ട്രി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിച്ചു. അതിനുശേഷം ഇപ്പം മഹാരാഷ്ട്രയിലും കൂടെ ഞങ്ങൾക്ക് 10 പ്രവർത്തനങ്ങളായി. ഇപ്പൊ മൊത്തം അന്ന് അച്ചാച്ചൻ മരിക്കുമ്പോൾ 20 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കർത്താവിന്റെ വലിയ കരുണയാൽ ഇന്ന് 52 പാസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര ഈ ദേശങ്ങളില്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങള് ജോസായം വരും. ഞങ്ങളുടെ ഇവിടെയുള്ള പാസ്റ്റർ, എന്റെ മോന്, ഞാനും മോളും, ഞങ്ങൾ 3 പേരും വരും. പിന്നെ ജോസ് പാസ്റ്റർ അവിടുന്ന് വരും. അങ്ങനെ ഞങ്ങള് വലിയ മീറ്റിങ്ങുകൾക്കെല്ലാം ജോസ് പാസ്റ്റർ വരും. പല സ്ഥലങ്ങളിലും യാത്ര പോകും. സ്നാനങ്ങൾ ഒക്കെ നടക്കുന്ന സമയത്ത് ജോസ് പാസ്റ്റർ വിളിക്കും. അല്ലാത്ത മീറ്റിങ്ങുകൾക്ക് ഞങ്ങൾ പോകും. ഓരോ ഏരിയ തിരിച്ച് ഒന്ന് വിശാഖപട്ടണത്ത് പോയാൽ അങ്ങനെ കറങ്ങി തെലങ്കാന കഴിഞ്ഞ് വരും. പിന്നെ തെലങ്കാന പോയി ഛത്തീസ്ഗഡ് കഴിഞ്ഞ് വരും. പിന്നെ മഹാരാഷ്ട്രയിൽ സെപ്പറേറ്റ് പോകും. അങ്ങനെ ഒരുപാട് യാത്രകൾ ഈ 3 വർഷം കൊണ്ട്. എനിക്ക് 5 ദിവസം ഡ്യൂട്ടി ശനി ഞായറും അവധിയാണ്. അപ്പൊ അതിനോട് ചേർന്ന് ഉള്ള 1-2 ദിവസം ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മിനിസ്ട്രി വളരെ അനുഗ്രഹമായി നടക്കുന്നു. എന്നാൽ പണ്ടൊക്കെ ആദ്യം ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സമാധാനത്തോടെ ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യായിരുന്നു. എന്നാൽ ഇപ്പോഴത് പറ്റുന്നില്ല. പല സ്ഥലങ്ങളിലും ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ്. ഛത്തീസ്ഗഡിന്റെ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ഛത്തീസ്ഗഡിലെ 2018 കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 22-ല് ഡിസംബറോടുകൂടി ഒക്ടോബറിൽ ഞങ്ങളൊരു വലിയ മീറ്റിംഗ് അവിടെ വെച്ച സമയത്ത് അവിടെ ഞങ്ങൾ ഒരു വലിയ ഓപ്പൺ ക്രൂസൈഡ് ആയിരുന്നു. 500 പേര് കൂടിയ മീറ്റിംഗ്. അവിടെ അവരെന്ത് ചെയ്ത് എന്റെയും ജോസ് പാസ്റ്ററിന്റെ ഒക്കെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ച് നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തെലങ്കാന ബോർഡറിൽ നമുക്കൊരു ചർച്ച ഉണ്ട്. 70 കുടുംബങ്ങളോളം ഉള്ള ഒരു ചർച്ച ഉണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള വിശ്വാസികളും കൂടെ, അവർ കോയ ഭാഷക്കാരാട്ടോ, നമ്മുടെ തെലുഗു അല്ല, മലയാളം അല്ല, ഒന്നുമല്ല, കോയ എന്ന് പറയുന്നൊരു ഭാഷയാണ്. അപ്പൊ അവരവിടുന്ന് അങ്ങോട്ട് ഒരു ട്രാക്ടറിന് ഫുൾ ആൾക്കാർ വന്ന്, കുറച്ച് യവനക്കാരൊക്കെ 2 പേര് വെച്ച് ബൈക്കിൽ വന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ മിനിസ്റ്റർ, അത് ഞങ്ങൾ ചെല്ലുന്നതിന്റെ ഒരു എല്ലാരും കേട്ടതായിരിക്കും, ഛത്തീസ്ഗഡിൽ ഒരു പാസ്റ്ററിനെ ഷൂട്ട് ചെയ്ത് കൊന്നത്, വായിൽ കൂടെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഞങ്ങൾ ചെല്ലുന്നതിന്റെ 17-ാം തീയതിയാണ് അത് മരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്നത് 24-ാം തീയതിയാണ്. അപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, എല്ലാവർക്കും പേടിയും ഭയമൊക്കെ ആയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച ധൈര്യത്തോടെ പോയി. അവിടെ മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി മുഴുവനും ഈ എന്താ പറയുക AK-47 മുഴുവൻ പോലീസുകാരാണോ നക്സലൈറ്റുകാരാണോ ആരാണോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മുഴുവനും
ഈ പട്ടാളത്തിന്റെ കുപ്പായം ഇട്ടേണ്ട ആൾക്കാരെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെന്നു. അവിടെ ഞങ്ങളുടെ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തുകയൊക്കെ ചെയ്തു. എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി മീറ്റിംഗ് നടക്കുമ്പോൾ, ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന ഒരു വലിയ കൺവെൻഷൻ സെന്റർ പോലെ പണ്ട് ഈ മിലിറ്ററിക്കാരെ വന്ന് അവിടെ പോലീസൊക്കെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഹോള് പോലെ കിടക്കുക, ഒരു വലിയ ഓഡിറ്റോറിയം പോലെ ഉണ്ട്. അതിനകത്ത് മീറ്റിംഗ് ആണ്. ഇതിന്റെ ചുറ്റും പോലീസുകാർ ഓരോരുത്തർ 5 പേരായിട്ട് പോലീസുകാർ ഇങ്ങനെ തോക്കുമായിട്ട് അവര് കാവൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പൊ സംഭവം എന്തായിരുന്നു ചോദിച്ചാൽ, ഞങ്ങളുടെ കൂട്ടത്തില് കാട്ടിൽ കൂടെ വന്ന് 2 സഹോദരന്മാരെ അവർ പിടിച്ചോണ്ട് പോയായിരുന്നു, നക്സലൈറ്റുകാര്. ആ കൊണ്ടുപോയ നക്സലൈറ്റുകാര് അവരെ അവിടെ വെച്ചിരിക്കുന്നുള്ള വിവരം അവിടെ ഉള്ളവർക്ക് അവര് സന്ദേശം അയക്കും, ഞങ്ങൾ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിച്ചപ്പോഴാണ് ഞങ്ങളുടെ അവിടെ അത്രയും പ്രൊട്ടക്ഷൻ നടന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അറിയുന്നില്ല, അപ്പൊ ഈ സഹോദരന്മാർ തിരിച്ചു പോയതായിരിക്കും എന്നുള്ള ചിന്തയില ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വന്നവരും അങ്ങനെ ചിന്തിക്കുന്നു, പുറകെ വന്ന് ഇവരെ കൊണ്ടുപോയത്. അവര് ഓർക്കുന്നു ഇവര് തിരിച്ചു പോയായിരിക്കും, എന്തെങ്കിലും വണ്ടി പെട്രോളിന് തിരിച്ചു പോയായിരിക്കും എന്നുള്ള ചിന്തയിലൊക്കെ അവരിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിൽ എത്തിയപ്പോഴറിയുന്നു അവര് നക്സലൈറ്റുകാരുടെ കസ്റ്റഡിയിലാണ്. 2 ദിവസം അവർ വെച്ചു. പല രീതിയിലും എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിനെ സാധാരണ അവർ ഉപദ്രവിക്കത്തില്ല, പക്ഷേങ്കിൽ ഇന്നത്തെ സാഹചര്യം പലരും അവർക്കെതിരായിട്ട് സാക്ഷ്യം പറയുകയും അവർക്കെതിരായിട്ട് ചെന്ന് ഇവരാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്, ഇവർ പറഞ്ഞിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നതൊക്കെയുള്ള കള്ള സാക്ഷ്യങ്ങൾ അവരുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് 2 സഹോദരങ്ങളെയും അവർ കൊന്നു കളഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതൊരു അവസ്ഥയായി പോയി. പക്ഷേങ്കില് ഞങ്ങൾ 500 പേര് കൂടി ആ മീറ്റിങ്ങില്, അന്ന് ഞങ്ങൾ ചിലപ്പോൾ 36 പേരുള്ള ഒരു ചർച്ചായിരുന്നു. ഇപ്പൊ ചർച്ചിനെ വിപുലീകരിച്ച് വലുതാക്കി. ഇപ്പൊ നിറച്ചു ആൾക്കാരായി. ഇപ്പൊ ആ മരണത്തിന് ശേഷം അവിടെ 36 പേരിൽ പരം സ്നാനപ്പെട്ടിട്ടുണ്ട് ആ ചർച്ചില്. അങ്ങനെ പല സ്ഥലങ്ങളിലും അനേക സ്നാനങ്ങൾ നടക്കുന്നു. ഒത്തിരി പ്രതികൂലമുണ്ട്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്പൊ പോകാനോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊരു മീറ്റിംഗ് നടത്താനോ ഒന്നും പറ്റുന്നില്ല. പല സ്ഥലങ്ങളിൽ മീറ്റിംഗിന്റെ സമയത്തൊക്കെ വന്ന് അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് വരുന്നതിന് തടസ്സങ്ങളൊന്നും ഒരിടത്തും ഞങ്ങൾ കാണുന്നില്ല. ഇപ്പൊ ഈ 3 വർഷത്തിനുള്ളില് 250 300ഓളം അടുത്ത് പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ടിട്ടുണ്ട്. അത്രയും ശുശ്രൂഷകള് ചെയ്യാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ വലിയൊരു എത്രയൊക്കെ എന്താ പറയുക, പ്രതികൂലങ്ങൾ ഏറും തോറും കർത്താവിന്റെ വേല വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഇവരുടെ ലിസ്റ്റിലൊന്നും കാണത്തില്ല. എങ്കിൽ പോലും ഇപ്പൊ ഞങ്ങളുടെ പല സ്ഥലങ്ങളും, ഒരു സ്ഥലത്തുണ്ട് ഞങ്ങൾ അതിനുശേഷം ഈ അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ എന്റെ ഫസ്റ്റ് ഒരു ടെസ്റ്റിമണി ഞാൻ ആസാദി ടിവിയിലാന്ന് തോന്നുന്നു പറഞ്ഞത്. അതിനുശേഷം എന്നെ അനേക പ്രിയപ്പെട്ടവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ നൽകി. അത് ആരാണെന്നോ എവിടെയുള്ളവരാണെന്നൊന്നും പോലും വ്യക്തമായി എനിക്കറിയില്ല. അച്ഛനെ മരണശേഷം പല സ്ഥലങ്ങളിലും ചർച്ചൊന്നുമില്ല സിസ്റ്റർ, ചർച്ചില്ല, വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി 150 പേര് ഇരുന്ന് ആരാധിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചർച്ചുകളിൽ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ഷെഡെങ്കിലും കെട്ടിക്കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. മനോഹരമായ ഒരു 6-7 ചർച്ച് പണിത് കൊടുക്കാന് കർത്താവ് എന്റെ കരങ്ങളിലൂടെ സഹായിച്ചു. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ജോസ് പാസ്റ്റർ ആണ്. ജോസ് പാസ്റ്റർ ദുബായിലാണുള്ളത്. അവിടെ 3 പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹമായി ഇപ്പൊ മിനിസ്റ്റർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ സംഗമം നടിച്ചു നോക്കി അറിയാം. KP ജോസ് വേങ്ങൂർ എന്നാണ് ഞങ്ങളുടെ പാസ്റ്ററിന്റെ പേര്. വളരെ ഹൈറ്റ് ഉള്ള ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം സഹോദരന്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാത്തിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഞങ്ങളുടെ ചെറിയൊരു ആവശ്യം പറഞ്ഞാൽ ഓടി വരികയും ഒക്കെ ചെയ്യുന്നത് അവരാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള ചർച്ചിലെ ഞങ്ങളുടെ പാസ്റ്റർ വളരെ ബെന്നി എന്നാണ് പേര്, വളരെ ഞങ്ങൾക്ക് സപ്പോർട്ടീവാണ്. ആത്മീയമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് മാതാക്കളെയും പിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കർത്താവ് ഒരുക്കി തന്നു. എന്റെ കുടുംബത്തിൽ നിന്നോ അച്ചാച്ചന്റെ കുടുംബത്തിൽ നിന്നോ ഒരു വ്യക്തി പോലും 1% പോലും ഞങ്ങൾക്ക് സപ്പോർട്ടില്ല. ആകെ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നതായിരുന്നു അച്ചാച്ചന്റെ ചേട്ടൻ. അദ്ദേഹം ഒരു മദ്യപാനിയൊക്കെയാണ്, UK-യിലായിരുന്നു. പക്ഷേങ്കില് അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ 28-ന് അദ്ദേഹം മരണപ്പെട്ടു. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു കുടുംബത്തിൽ ഒരു സഹായമൊന്നോ അല്ലെങ്കിൽ ഒരു ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരാളെന്നോ ഒന്ന് ഫോൺ വിളിക്കാന്ന് പറയാനോ ആരുമില്ല. 2 സഹോദരിമാരുണ്ട്. എങ്കിലും അവരൊക്കെയും എല്ലാവരും അവരുടേതായ എന്താ പറയണ്ടേ ആ ഒരു വിശ്വാസ ജീവിതത്തിലാണ് അവരൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാവരും കാത്തോലിക്സ് ആണ്. എന്റെ വീട്ടുകാരെല്ലാം റോമൻ കാത്തലിക്സ്. എന്റെ മൂത്ത ബ്രദർ ഇപ്പോഴും സംസാരിക്കത്തില്ല. 1.5 വർഷത്തിന് ശേഷം എന്റെ മാതാവ് ഇപ്പൊ എന്നോട് സംസാരിക്കുന്നു, എന്റെ ഭവനത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് യാത്രകൾ. ഞങ്ങളുടെ ഒരു ദേവദാസൻ, ഒരു 10-38 വയസ്സുള്ള ദേവദാസൻ ഈ കഴിഞ്ഞ വർഷം
മരിച്ചുപോയി. എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോകുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിലാണ്. അവിടെയൊന്നും ഒരു മെഡിക്കൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ദൂരങ്ങളോ 10, 80, 100 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചാൽ അവർക്ക് ജസ്റ്റ് ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു 38 വയസ്സുള്ള ഒരു ദേവദാസൻ, 3 കുഞ്ഞുങ്ങളാണ്, 2 പെൺകുഞ്ഞും 1 ആൺകുഞ്ഞും. അങ്ങനെയുള്ള ഒരു ദേവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ്. നല്ലൊരു ചർച്ചും കാര്യങ്ങളും ഉണ്ട്. 10-40ഓളം വിശ്വാസികളും ഒക്കെ ഉണ്ട്. ഓടി നടന്ന് സുവിശേഷം അറിയിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ദേവദാസൻ. പെട്ടെന്നൊരു പനി വന്നു. അവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ എന്തോ ഒരു ചെറിയ ക്ലിനിക്കാണ്. അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറും വെച്ചിരിപ്പുണ്ട്. അവരെന്തോ പറഞ്ഞു, ആ മെഡിസിൻ വാങ്ങി അദ്ദേഹം കഴിച്ചു. പനി കുറഞ്ഞെന്ന് വിചാരിച്ചു. 2 ദിവസം അങ്ങനെ വീണ്ടുമായി. അദ്ദേഹത്തിന് ഡെങ്കു ആയിരുന്നു. പക്ഷെ അവര് വേറെ ടൈഫോയിഡിന് അങ്ങനെ എന്തിനൊക്കെ മരുന്ന് കൊടുത്തു. എന്തിനാന്ന് അറിയത്തില്ല ആക്ച്വല്. അദ്ദേഹം പെട്ടെന്ന് അവര് കൊടുത്ത ഡെങ്കുവിനുള്ള എന്തോ ഒരു ഫ്ലൂയിഡോ എന്തോ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിന് ബ്രെയിൻ ഹെമറേജ് ആയി. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്ത് ഓടി എത്രയും പെട്ടെന്ന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആന്ധ്രയുടെ ഒരു കോണിലാണ് സത്യം പറഞ്ഞാല് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടുചെന്നു എങ്കിലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇപ്പോഴും ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള പാസ്റ്റേഴ്സ് ഒക്കെ പോയി നോക്കുന്നു. ആ പാസ്റ്റേഴ്സിനും കുടുംബത്തിനും നമ്മൾ അവരെയൊന്നും കൈവിട്ടിട്ടില്ല. ആ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ സംഘം മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത അതാണ്. ഒരു കർത്താവിന്റെ ദാസൻ വിശ്വസ്തയോടുകൂടി നമ്മുടെ കൂടത്തിൽ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒന്നും കൈവിട്ട് കളയത്തില്ല. ആ ദേവദാസിന് കൊടുത്തോണ്ടിരുന്ന സപ്പോർട്ട് ഇപ്പോഴും ആ ദേവദാസിനും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ചെറിയ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ദൂരത്തു നിന്നൊക്കെ, ഞാൻ പറഞ്ഞില്ല എന്നെ പല പേരും സപ്പോർട്ട് ചെയ്തത്, അങ്ങനെയുള്ളവരൊക്കെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇട്ട് കൊടുത്തു. അവരത് കണ്ട് അങ്ങനെ മനസ്സലിവ് തോന്നിയവര് അയച്ചു തന്ന സാമ്പത്തിക നന്മ അവരുടെ പേരിലെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇടയാക്കി. അങ്ങനെ പ്രതികൂലങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചർച്ച് പണികൾ നടക്കുന്നുണ്ട്, സ്നാനങ്ങൾ നടക്കുന്നുണ്ട്, ഇതെല്ലാം കർത്താവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്ത് ഞാനിപ്പം ശാരീരികമായി ഇച്ചിരി വളരെ ക്ലേശത്തിലാണ്. ഞാൻ കഴിഞ്ഞ ജൂൺ ആ പാസ്റ്റർ മരിച്ച യാത്ര, അത് രാത്രി 2 മണിക്ക് ഞങ്ങൾ ഇവിടെ നടന്ന് പുറപ്പെട്ടു. ഇവിടുന്ന് 770 കിലോമീറ്ററോളം ദൂരമുണ്ട്. വണ്ടി ഓടിച്ച് ഒറ്റ ടൈം 10 മണിക്കൂറിൽ പുറത്ത് 10-12 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്ത പാസ്റ്ററിന്റെ അവിടെ ചെന്നത്. ആ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ആയിട്ട് പോയത്. തിരിച്ച് പിറ്റേന്ന് തന്നെ ഞങ്ങൾ പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 24 മണിക്കൂറത്തെ യാത്രയായപ്പോഴത്തേക്കിനും എനിക്ക് ഈ സ്പോണ്ടിലൈറ്റിസിന് ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് യാത്രകളും കണ്ടിന്യൂ ഇരുന്നുള്ള സിറ്റിംഗ് വർക്കും എല്ലാം കൂടെ ആയപ്പം എന്റെ സെർവിക്കൽ സ്പൈനും മൈൽഡ് ബൾജ് ഉണ്ട്. അതുപോലെ എനിക്ക് നടുവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് ആ യാത്രയോട് കഴിഞ്ഞ് വന്നതോടെ ഭയങ്കര സിവിയർ നടുവിന് വേദനയായി. അതെന്താണെന്ന് അറിയത്തില്ല. അത് ഞാൻ ഈ കഴുത്തിന്റെ വേദനയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തീരെ വയ്യാതായി. ചെന്നു നോക്കിയപ്പോൾ MRI എടുത്തപ്പോഴാണ് ഡിസ്ക് 2 ഫുള്ളി ബൾജായി പോയി. അതിന് അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും രീതിയിൽ റെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കാന്ന് വിചാരിച്ച് ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ലീവ് എടുക്കാൻ ഹോസ്പിറ്റലിൽ ചെന്ന വഴിക്ക് വീണുപോയി. അങ്ങനെ പിന്നെ എടുത്തുകൊണ്ടാണ് വീൽ ചെയറിലാക്കി. അങ്ങനെ 8 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി വേണ്ടി വന്നു. അങ്ങനെ 2 ഡിസ്ക് റിമൂവ് ചെയ്തിപ്പോ 4 സ്ക്രൂ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് ഇരിക്കുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. യാത്രകളൊക്കെ കണ്ടിന്യൂ ആയിട്ട് അവർ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 4 സ്ക്രൂവിലുള്ള യാത്രയാണെങ്കിലും വണ്ടി ഓടിക്കരുത് എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന. കാരണം ഞങ്ങളുടെ ദേവദാസന്മാരൊക്കെ ഒത്തിരിയും ദൂരത്തെ കഷ്ടപ്പെട്ട് അവർ വേല ചെയ്യുന്നിടത്ത് ഒരു സ്നാന ശുശ്രൂഷയ്ക്കോ അല്ലെങ്കിൽ ഒരു ചർച്ചിന്റെ ഡെഡിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒന്ന് ഓടിയെത്താൻ പറ്റാത്തൊരു ഹെൽത്ത് കണ്ടീഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സൂം മീറ്റിങ്ങിലൂടെയും വാട്സപ്പ് വീഡിയോ കോളിലൂടെയും ഫോണിലൂടെയും എല്ലാവർക്കും വേണ്ടതായ ഗൈഡൻസ് കൊടുക്കുകയും അതിനെന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയാത്തതുണ്ടെങ്കിൽ ഉടനെ ജോസ് പാസ്റ്ററിനെ വിളിച്ചിട്ട് വേണ്ട ഗൈഡൻസ് അവിടുന്ന് ചോദിച്ച് അത് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ ജോസ് പാസ്റ്ററിനെ കൂട്ടി സൂം മീറ്റിങ്ങുകൾ വെച്ച് അവർക്ക് വേണ്ടതായ ഗൈഡൻസ് കൊടുത്ത ആ രീതിയിൽ കർത്താവിന്റെ വേല വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരുപാട് ദേവദാസന്മാര് പ്രാർത്ഥനാ സംഗമത്തിന്റെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളുടെ ഒരു എന്താ പറയണ്ട ഒരു നമുക്ക് സഭാ സംഘടന അങ്ങനെ ഒരു വ്യത്യാസമൊന്നും നമ്മുടെ പ്രാർത്ഥനാ സംഗമ മിനിസ്ട്രിക്കില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുക, നമ്മളെല്ലാവരും ചെല്ലേണ്ടത് ഒരു സ്ഥലത്താണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പം അനേക ദേവദാസന്മാർ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും ഉണ്ട്. നമുക്ക് മലയാളി ദേവദാസന്മാര്
ഇവിടെ കുറവാണ്. ഇപ്പൊ നമുക്ക് കർണാടകയിൽ പ്രവർത്തനങ്ങളുണ്ട്, ബീഹാറിലുണ്ട്, അതുപോലെ തന്നെ ഹരിയാനയിലെ പ്രവർത്തനങ്ങളുണ്ട്, കേരളത്തിൽ ഒരു പ്രവർത്തനമുണ്ട്. അങ്ങനെ അത് ജോസ് പാസ്റ്ററിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു പ്രയർ ടവറും ദേവദാസനും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും വരാൻ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങളുടെ പ്രാർത്ഥന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. എല്ലാ ചൊവ്വാഴ്ച വൈകുന്നേരവും, എല്ലാ ബുധനാഴ്ച വൈകുന്നേരവും, എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരവും. തിങ്കളാഴ്ച കന്നഡയിലും, ചൊവ്വാഴ്ച തെലുഗിലും, ബുധനാഴ്ച ഹിന്ദിയിലും ഞങ്ങളുടെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. അത് ഒരു ദർശനം, ജോസ് പാസ്റ്ററിന്റെ ദർശനം 2 പേർക്കും ഉള്ളായിരുന്ന ഒരു ദർശനം എന്തായിരുന്നു വെച്ചാൽ, ഈ ദേശങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ദർശനം ജോസ് പാസ്റ്ററിന് അവര് ഗൾഫിൽ പണ്ടുണ്ടായിരുന്ന സമയം മുതലുള്ളതാണ്. അതിന് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഞങ്ങളുടെ ഈ ദേശങ്ങളിലേക്കൊക്കെ ഞങ്ങൾ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂമിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. പല സ്റ്റേറ്റുകളിൽ നിന്നും അതിപ്പോ ഓരോ ദിവസം ചെല്ലുന്നതിനനുസരിച്ച് അനേകർ ആ ഒരു ദർശനം പ്രാപിച്ച് കടന്നു വരുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചെയ്യുന്നു. അതുപോലെ പുതിയതായി ഒരു കർത്താവ് കൊടുത്ത വലിയൊരു ഗൈഡൻസ് പ്രകാരം ഇപ്പം ജോസ് പാസ്റ്ററിന്റെ വീട് ആയൂരടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ചെറുവക്കലിനടുത്ത്. അവിടെ അദ്ദേഹത്തിന്റെ 2 ഏക്കർ സ്ഥലം മിനിസ്ട്രിക്കായിട്ട് എഴുതി കൊടുത്ത് അവിടെ ഒരു കൗൺസിലിംഗ് സെന്റർ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സെല്ലാറിന്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ദർശനത്തിന്റെ പുറത്താണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ മടക്കിക്കൊണ്ടിരിക. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ തോന്നുന്ന കല്യാണമൊക്കെ വളരെ ആഡംബരമായി വിപുലമായി നടത്തും. 6 മാസം 1 വർഷം, അതിനപ്പുറം ആയുസ് കാണുന്നില്ല, അതെല്ലാം ഡിവോഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. ഒരുപാട് കൗൺസിലിംഗ്, ഞാനും എന്റെ അച്ഛനും പോയി ഒരുപാട് കൗൺസിലിംഗ് ചെയ്ത് ഞങ്ങൾക്കറിയാം. അതുപോലെ ജോസ് പാസ്റ്റർ നല്ലൊരു കൗൺസിൽ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ദർശനം പുള്ളില് ഈ ജനങ്ങൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും അനേക യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സിനും മദ്യപാനത്തിനും ഒക്കെ അഡിക്റ്റായി അങ്ങനെ വളരെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് കുറച്ചു പേരെയെങ്കിലും നമുക്ക് കൗൺസിലിങ്ങിലൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അത് സ്വർഗരാജ്യത്തിന് പ്രയോജനപ്പെടും എന്നുള്ള ആ ഒരു വലിയൊരു ദർശനം പ്രാപിച്ച് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ സ്ഥലം 2 ഏക്കർ സ്ഥലം എഴുതി കൊടുത്തു. അങ്ങനെ അവിടെ ഒരു കൂട്ടായി അനേകരുടെ സഹായ സഹകരണങ്ങളോടുകൂടി അവിടെ ഒരു കൗൺസിലിംഗ് സെന്റർ പണിയുന്നു. സ്പർശനം എന്നാണ് അതിന്റെ പേര്. ഓൾറെഡി നമുക്ക് ജോസ് പാസ്റ്ററിന്റെ ദർശന പ്രകാരം നമുക്ക് വേറൊരു പ്രാർത്ഥനാ സംഗമത്തിന് ഒരു ആംബുലൻസ് ഉണ്ട്. അത് ഫ്രീ സർവീസ് ആണ് ചെയ്യുന്നത്. ആംബുലൻസ് ഫ്രീ സർവീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യന്റിനെ ഫ്രീ സർവീസ്, ആ ഏരിയയിലുള്ള ക്യാൻസർ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരുവാനും ഒക്കെ ആയിട്ട് സ്പർശനം എന്ന് പറയുന്ന ഒരു ആംബുലൻസ് സർവീസും ഉണ്ട്. അങ്ങനെ പ്രാർത്ഥനാ സംഗമം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എത്രത്തോളം പ്രയോജനപ്പെടാമോ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാകാകുവാൻ എന്നെയും കർത്താവ് ഉപയോഗിക്കുന്നു. എൻ്റെ അച്ചാച്ചനും ജോസ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷത്തെ സ്നേഹിതരാണ്. അപ്പൊ ഞാനും ആ കൂട്ടത്തിലൊരു സ്നേഹിതയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ 3 പേരും വളരെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ജോസ് പാസ്റ്റർ. അങ്ങനെ അത്ര ഇന്നും ആ ഒരു സ്നേഹം നിലനിൽക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ് ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോൻ ഡിഗ്രി 2nd ഇയർ ആണ്. ഇപ്പൊ 2nd ഇയറിന്റെ പരീക്ഷ ജൂൺ 10 തുടങ്ങും. മോള് ഇപ്പൊ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സായി. വളരെ നല്ല റിസൾട്ടാണ്. അവളിപ്പം +1 ഇവിടെ ജോയിൻ ചെയ്തു. അവളൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറും കൂടിയാണ്. കഴിഞ്ഞ വർഷം തെലങ്കാന സ്റ്റേറ്റ് ടീമിലുണ്ടായിരുന്നവള്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ മുമ്പോട്ട് നടത്തുന്നു. ശാരീരികമായും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. മാനസികമായി അതിലേറെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒത്തിരി കുത്തുവാക്കുകളും അങ്ങനെ എന്താ പറയണ്ടേ, ഇനിയും വെറുതെ ഇരിക്കാൻ വയ്യായോ എന്ന് ചോദിക്കുന്ന അനേക ക്വസ്റ്റ്യൻസ് ഒക്കെ നേരിടേണ്ടതുണ്ട്. അതിന്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കർത്താവ് ബലം തരുന്നു. ദൈവവചനത്തിന് കീഴ്പ്പെട്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കാനും ആ രാജ്യത്തില് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, ആ രാജ്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരാഗ്രഹത്തോടെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെയും ആ രാജ്യത്തെത്തുവാനുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് പഠിപ്പിക്കാനൊക്കെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. എസ്പെഷ്യലി പ്രാർത്ഥനാ സംഗമം, അതിന്റെ നായകനായി നിൽക്കുന്ന ജോസ് പാസ്റ്റർ കുടുംബം, ഞങ്ങളുടെ ദേവദാസന്മാര് 80-ൽ പരം ദേവദാസന്മാരുണ്ട് ഞങ്ങളുടെ മൊത്തം പ്രവർത്തനങ്ങളില്. അതൊക്കെ അച്ചാച്ചന്റെ ആഗ്രഹം 2025 ഒരു 100 ദേവദാസന്മാർ എന്നുള്ളതാണ്. അത് സഫലമാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന
എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. പ്രത്യേക റേച്ചൽ സിസ്റ്ററിനും എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആമേൻ. കർത്താവിന്റെ ദാസി, കർത്താവ് ഉപയോഗിക്കുന്നതായ ആ വിധങ്ങളെ കേൾക്കുവാൻ ഇടയായി തീർന്നു. കഷ്ടതയുടെ തുയിച്ചൂടെ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവിന്റെ ദാസിയെ ദൈവം ഇത്രത്തോളം ധൈര്യത്തോടെ പ്രത്യാശയോടെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റുള്ള വാക്കുകളൊന്നും കേട്ട് ഭയപ്പെടേണ്ട. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് നമ്മുടെ പരമവിളിയിൽ കർത്താവ് നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിക്ക് വേണ്ടി പിന്നെയും കർത്താവിന്റെ ദാസിയും കൂട്ടുപ്രവർത്തകരും എല്ലാം യാത്ര ചെയ്യാൻ ഞങ്ങൾ ജോയ്സ് TV ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധന നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇത്രത്തോളം സമയം അടിയങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്നല്ലോ കർത്താവെ. അതിനായി കർത്താവ് ഒരു സാവകാശത്തെ അടിയന് ഒരുക്കി തന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ. ഇതിനായി അടിയങ്ങൾക്ക് ഒരു സാവകാശം കർത്താവെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് TVയും അതുപോലെ തന്നെ റേച്ചൽ സിസ്റ്ററിനെയും കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമേ. കർത്താവെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിന്റെ രാജ്യമഹത്വത്തിനായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടാകും. അവർക്കൊക്കെയും കർത്താവെ ഒരു വിടുതൽ ദൈവം നൽകുമാറാകണമേ. കർത്താവെ, കഷ്ടത്തിന്റെ നടുവിലൂടെ കടന്നു പോയപ്പോഴും സ്വർഗത്തിലെ ദൈവം അടിയന്റെ കരങ്ങളെ പിടിച്ച് നടത്തിയതോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവാണ് അടിയനെ ഇത്രത്തോളം നിലനിർത്തിയത്. അടിയന്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. എണീറ്റ് നിന്ന് സാക്ഷ്യം പറയുവാൻ പോലും യോഗ്യതയില്ലാതെ ആയിരുന്ന അടിയങ്ങളെ കർത്താവ് യോഗ്യതയുള്ളവരാക്കി തീർത്ത് തങ്ങളുടെ മക്കളാക്കി തീർത്ത വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. പിന്നെയും കർത്താവ് അടിയനെ ശ്രവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ആ യേശുവിനെ വാസ്തവമായും കണ്ടുമുട്ടുവാൻ അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരും അടിയനോട് കർത്താവെ എന്നും ഹല്ലേലൂയ എന്തിനിങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നവരും യേശുവിനെ വാസ്തവമായും കണ്ടുപിട്ടി ആ കർത്താവിന്റെ രാജ്യത്തിന് അവകാശികളായി മാറുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന. പ്രത്യേക ഈ ജോയ്സ് TV മുഖാന്തരം കർത്താവെ അനേക സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ദൈവമേ അനേക പ്രിയപ്പെട്ടവർ ഇത് മുഖാന്തരം യേശുവിനെ കണ്ടുമുട്ടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. കർത്താവിന്റെ പരവാസനമായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വരവിനായിടങ്ങളെ എല്ലാവരും ഒരുക്കണമേ കർത്താവെ. അടിയനെയും കർത്താവിന്റെ തിരുസന്നിധി താഴ്ത്തുന്നു. കർത്താവ് പ്രതികൂലങ്ങളും പ്രയാസങ്ങളുടെ മധ്യത്തിൽ വീണു പോകാതെ മരണപരിന്ന വിശ്വസ്തയോടെ നിന്ന് കർത്താവിന്റെ രാജ്യത്തിന് കർത്താവെ അവകാശിയായി തീരുവാൻ അടിയനെയും അടിയന്റെ കുഞ്ഞുങ്ങളെയും ഒക്കെയും കർത്താവ് സഹായിക്കണം. കർത്താവ് അടിയനെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരും ആ ഒരു ആഹ്വാനത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ രാജ്യത്തിന് യോഗ്യരായി തീരുവാൻ സ്വർഗം സഹായിക്കണം. കൃപയിൽ സൂക്ഷിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. ദേവദാസി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ.